الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله مولانا الكريم ബഹുമാനികളായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, റബീഉൽ അവ്വലിൽ കുട്ടികളുടെ പരിപാടി നടക്കുന്നിടത്ത് പ്രസംഗം ഏൽക്കുക എന്ന വിഡ്ഢിത്തത്തിന് മുതിർന്ന ഒരു വിവരം കെട്ടവനാണ് ഈ എണീറ്റ് നിന്നിരിക്കുന്നത്. ഇന്നലെ മിനിയാന്ന് ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം കൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു, അസ്സലാമു അലൈക്കും പറഞ്ഞ് പ്രസംഗം നിർത്തിയ ആളാണ്. പ്രസംഗം പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നബിദിന പ്രസംഗത്തിന് പോകാറുണ്ട്. കാരണം അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇപ്പുറം ഒരു നബിദിന യോഗത്തിലും കുട്ടികളുടെ പരിപാടിയുള്ള ദിവസം ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പിന്നെ കഷ്ടകാലം കൊണ്ട് റഷീദ് വിളിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടി ഏറ്റത്. ഈ പരിപാടി കൊണ്ട് എനിക്കുള്ള വില നഷ്ടപ്പെടും എന്ന് 99% എനിക്ക് ഉറപ്പുണ്ട്. എന്നെ അറിയുന്നവർക്ക് എന്നെപ്പറ്റി അവരുടെ മനസ്സിലുള്ള സ്ഥാനം നഷ്ടപ്പെടാനാണ് ഈ പ്രസംഗം ഉപകരിക്കുക. അത് മനഃശാസ്ത്രപരമായിട്ട് അനുഭവമാണ്, സത്യവുമാണ്. എന്നാലും നബിയെ പറ്റിയാണല്ലോ പറയുന്നത്. വിശുദ്ധരാകും നബിതൻ ചരിത്രം വചിച്ചിടുന്നോർ പരിശുദ്ധരാകും, വിശിഷ്യ കേൾക്കുന്ന ജനങ്ങളെല്ലാം വിശുദ്ധരായി തന്നെ ഭവിക്കുമല്ലോ എന്ന് നബി ചരിത്രത്തിൽ പറഞ്ഞതുപോലെ ആ നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അധികം നിങ്ങളെ വെറുപ്പിക്കാതെ ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജുബില്ലത്തിൽ കുലൂബുല ഹുബ്ബിമൻ അഹ്സന ഇലൈഹ. ഗുണം ചെയ്ത ആളുകളെ സ്നേഹിക്കുക എന്നത് പ്രകൃതിപരമായി മനുഷ്യന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഗുണമാണ്. വബുഗ്ളിമൻ അസാഅ ഇലൈഹ. ആരെങ്കിലും അവർക്ക് ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ വെറുക്കുക എന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായാലും അള്ളാഹു ആയാലും മാതാപിതാക്കളായാലും നമുക്ക് ഗുണം ചെയ്ത ആളുകളെ നമ്മൾ സ്നേഹിക്കുകയും നമുക്ക് ഉപദ്രവം ചെയ്ത ആളുകളെ നമ്മൾ വെറുക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്ത് ചെയ്യാവുന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം സൃഷ്ടിക്കുക, പടയ്ക്കുക എന്നതാണ്. നമ്മളെ പടച്ചവൻ അല്ലാഹുവാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും. അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത് എന്നതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. അതേപോലെ തന്നെയാണ് അല്ലാഹുവിനെ നമ്മൾ ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങളെ പടച്ചവനായതുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കേണ്ടി വരുന്നത്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും അല്ലാഹുവിനെ ആരാധിക്കുമായിരുന്നില്ല. ലോകാനുഗ്രഹിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തോടുള്ളതിനേക്കാൾ വലിയ കടപ്പാട് റസൂലുള്ളാഹിനോടാണ്. നമുക്ക് നമ്മുടെ ശരീരത്തോടുള്ളതിനേക്കാൾ വലിയ ബാധ്യതയും കടപ്പാടുമുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. എന്തുകൊണ്ട്? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെ കിട്ടിയ അനുഗ്രഹമായ ഹിദായത്ത്, എൻ്റെ പേര് ഇബ്രാഹിം എന്നതായി
അല്ലെങ്കിൽ മറ്റൊരാളുടെ പേര് അഹമ്മദായി, അബൂബക്കറായി, ആയിഷയായി, ഖദീജയായി, അവര് മുസ്ലിമായി എന്ന അനുഗ്രഹം ഹിദായത്തിന്റെ മാർഗത്തിലൂടെ കിട്ടിയത് അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെയാണ്. ഇന്നക്കല തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്, നബിയെ ഇന്നക, തീർച്ചയായും താങ്കൾ, ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് താങ്കളാണ് ആളുകളെ ഹിദായത്താക്കുക തന്നെ ചെയ്യുമെന്ന് രണ്ട് സത്യം ഉപയോഗിച്ചിട്ട് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകരാണ് നമ്മളെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോയത്. ആ ഹിദായത്തിന്റെ മാർഗം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു? നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഹിദായത്തിന്റെ മാർഗവുമായി വന്നില്ലായിരുന്നുവെങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ പൂർവികരായ ആളുകൾ, നമ്മളിപ്പോ ഇബ്രാഹിം ആയാലും ആ ഇബ്രാഹിമിന്റെ വാപ്പ മുഹമ്മദ് ആയാലും, ആ മുഹമ്മദിന്റെ വാപ്പ മീരാനായാലും, മീരാന്റെ വാപ്പ അവറാനായാലും, ആ അവറാന്റെ വാപ്പ ആരെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ 4 or 5 തലമുറ അങ്ങ് പോയാൽ പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വാപ്പ ആരാ, നമ്മുടെ പിതാവിന്റെ പേരെന്താ, നമ്മുടെ ഉമ്മാന്റെ 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 പേരെന്താ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട്? അതാ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സരസമായ ശൈലിയിൽ ചോദിച്ചത്, അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകുമു മിൻ ഖബ്ലു തിയം വനായരു വഅശാരി മൂശാരി വമണ്ണാനു പാണനു വകൊയപ്പാനു ചെട്ടിയും വനായാടി പറയലൂ. നിനക്ക് വലിയ തറവാടിത്തമൊന്നും നീ പറയണ്ട. നീയൊക്കെ വിചാരിക്കണ്ടല്ലോ വലിയ തറവാട്. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോ, പുല്ലാണിക്കാരിയാണ് എൻ്റെ ഭാര്യ, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ ഞാനിങ്ങനെ പുല്ലാണിക്കെന്ന് ഇങ്ങനെ പോകുമ്പോ പനമണ്ണ അല്ല, നിങ്ങള് വരോട് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയാല് അവിടെ കുറെ പുല്ലാണിക്കൽ എന്ന് കുറെ വീട്ടിന്റെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ചെറുമക്കളുടെ വീടാണ്. അപ്പൊ ഞാനിതിങ്ങനെ കാണിച്ചു കൊടുക്കും, നിങ്ങളുടെ കുടുംബക്കാരാണ്, ഇത് നേരോ ഒന്ന് മുസ്ലിമായിട്ടാണ് പുല്ലാണിക്കാരുണ്ടായത്. ഞാൻ വെറുതെ പറയട്ടെ, തെളിവൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെയല്ലേ. അന്ധനായന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള ഹിന്ദുക്കളായുമിരുന്നോരെത്ര, ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി. വിട്ടരാം ഹിന്ദു മതം ജാതിയിൽ താനെ കെട്ടുകഴിഞ്ഞു നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടൽ ചീറും തിരകൾ കടന്നോ, ഹിമാലയമേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കണ്ടൊരേഴ ചെറുമം പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനെത്തി ചാരത്തടുത്തിടാം, ചെറ്റും പേടിക്കേണ്ട നമ്പൂരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ, ബുദ്ധിയുള്ളോരാ ശ്രേയസ്സുപേക്ഷിച്ച് ബദ്ധരായി മേവുമോ ജാതി ജയിലിൽ എന്ന് കുമാരനാശാൻ തന്റെ ദുരവസ്ഥയിലൂടെ ചോദിക്കുന്നുണ്ട് നമ്മളോടൊക്കെ. നമ്മുടെ വാപ്പാര് മക്കത്തുനിന്നോ മദീനത്തുനിന്നോ യമനെന്നോ ഹദറമൗത്തുനിന്നോ വന്നവരല്ല. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ ഇവിടെയുള്ളവരാണ്. ഇവിടെയുള്ള ചെറുമക്കള്, ഇവിടെയുള്ള കൊലയന്മാര്, ഇവിടെയുള്ള ഈഴവര്, ഇവിടെയുള്ള പാണന്മാര്, ഇവിടെയുള്ള താഴ്ന്ന ജാതിക്കാര്, അവർ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്, മനുഷ്യനാകാനുള്ള അത്യാഗ്രഹം കൊണ്ട് മതം മാറി തൊപ്പിയിട്ട് മുസ്ലിമായവരാണ് നമ്മുടെയൊക്കെ പൂർവിക പിതാക്കന്മാർ. അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. പരസ്പരം തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, വഴിയിലൂടെ നടക്കാൻ പാടില്ലാത്തവർ, പൊതു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ലാത്തവർ, ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവർ, ഇങ്ങനെ ഐത്തത്തിന്റെ, തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ പുതിയ പുതിയ ലോകങ്ങൾ സൃഷ്ടിച്ചിട്ട് ഒരു സ്ത്രീ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ മുലക്കച്ച ധരിച്ചതിന്റെ പേരിൽ മുല മുറിച്ചു കളഞ്ഞ നാടിന്റെ പേരാണ് കേരളം. ഇപ്പൊ നമ്മുടെ സ്ത്രീകൾ മറക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമോടുണ്ടാക്കിയ സംസ്കൃതിയുടെ ഫലമാണ്. ഒരു സ്ത്രീക്ക് കുപ്പായമിടാൻ അവകാശം കിട്ടിയത് അതിന്റെ പേരിലാണ്. ഇത് വെറുതെ കിട്ടിയതല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒമാനൂർ ശ്രോതാക്കള്? ഇവിടെ ഇല്ലേ ഒമാന ശ്രോതാക്കന്മാര് നേർച്ച അല്ലേ? ആരാ ഈ ഒമാന ശ്രോതാക്കള്? നിങ്ങൾക്ക് അറിയോ? ഒമാനൂര് ശ്രോതാക്കന്മാരെന്ന് പറഞ്ഞവര് കൊണ്ടോട്ടി പഴയ പള്ളിന്റെ മുറ്റത്ത് അവരുടെ ഖബർ ഒമാനൂരൊന്നുമല്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്ന
താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെണ്ണ് മുല മറച്ചതിന്റെ പേരിൽ അക്കാലഘട്ടത്തിലെ ദുഷ്ടന്മാർ ആ പെണ്ണിന്റെ കുപ്പായം വാളുകൊണ്ട് വലിച്ചു കീറി. അങ്ങനെ മുസ്ലിം സ്ത്രീയെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ചിട്ട് അവരുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരാണ്, ഷഹീദായവരാണ് ഒമാനൂർ ശ്രോതാക്കന്മാര്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇന്ന് മറയ്ക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വസ്ത്രം ധരിക്കാൻ അവസരമുണ്ടായെങ്കിൽ, അവർക്ക് ഔറത്ത് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായെങ്കിൽ അത് നമ്മുടെ പൂർവികരായ ആളുകൾ നേടിത്തന്ന സംസ്കാരത്തിന്റെ ഫലമാണ്, അവരധ്വാനിച്ചതിന്റെ ഫലമാണ്, അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ്, ഇസ്ലാം ഇവിടെ കടന്നു വന്നതിന്റെ ഫലമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ അനുഗ്രഹത്തിന്റെ ഫലമാണ്. ക്രൂരമായ മർദ്ദനങ്ങളെ ഏറ്റുവാങ്ങി ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ജീവിക്കാൻ മാർഗമില്ലാതെ ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് മക്കയിൽ നിന്ന് വിദൂര പ്രദേശമായ മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെയും ജീവിക്കാൻ അനുവദിക്കാതെ ഒരുപാട് കുതന്ത്രങ്ങളിലൂടെ, ഒരുപാട് പീഡനങ്ങളിലൂടെ, ഒരുപാട് സമാധാനക്കെടുത്തലിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അവസാനം വെറും 8 വർഷം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരുമ്പോ തടയാൻ ഒരാളില്ല, അള്ളാഹുവിന്റെ പ്രവാചകരെ എതിർക്കാൻ ഒരാളില്ല, മുസ്ലിങ്ങൾക്കെതിൽ വാളൂരാൻ മക്കയിൽ ഒരാളില്ലാത്ത വിധം ആ മക്കയെ മാറ്റിയെടുത്ത പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മക്കക്കാരോട് 10,000-കണക്കിന് ആളുകൾ കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി വന്നുകൂടിയ ലോകത്തിന്റെ അറബി രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറബി ഗോത്രത്തിന്റെ നേതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു, അയ്യുഹന്നാസ്, ജനങ്ങളെ, മുസ്ലിമീങ്ങളെ എന്നല്ല, വിശ്വാസികളെ എന്നല്ല, മനുഷ്യരായി പിറന്നവരെ, ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ സൃഷ്ടാവ് ഏകനാൻ. ഒരു സൃഷ്ടാവാണ് നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. നിങ്ങൾ കറുത്തവനായാലും വെളുത്തവനായാലും ആണായാലും പെണ്ണായാലും ഇന്ത്യക്കാരനായാലും അമേരിക്കക്കാരനായാലും കറുത്ത ബിലാലായാലും തുടുത്ത സൽമാൻ ഫാരിസിയായാലും നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചവൻ ഏകനായ റബ്ബാണ്. 2 ദൈവങ്ങളില്ല, ഏകനായ ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ വൈന്ന അബാക്കും വാഹിദൻ, നിങ്ങളുടെ മുഴുവൻ പിതാവ് ഒറ്റ പിതാവാണ്. 2 മനുഷ്യരിൽ നിന്നുണ്ടായവരല്ല നിങ്ങളൊക്കെ എല്ലാവരും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും കറുത്തവനായാലും വെളുത്തവനായാലും നിങ്ങളൊക്കെ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ്. ബ്രഹ്മബീജമിതം സർവം നാനായോനി സമുത്ഭവം അന്യജാതി വിജാതീനാം വർണ്ണനാം ഈ പ്രയോജനമെന്ന വീണ്ടും ഒരു 10-12 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആദിശങ്കരൻ ലോകത്തോട് ചോദിക്കുന്നത്, ഹിന്ദു മതത്തോട് ചോദിക്കുന്നത്, ബ്രഹ്മബീജമിതം സർവം, എല്ലാവരും ബ്രഹ്മാവിന്റെ മക്കളല്ലേ? ജാതി ഏതാവട്ടെ, മതമേതാവട്ടെ, കറുക്കട്ടെ വെളുക്കട്ടെ, നിങ്ങളൊക്കെ ഏകനായ ഒരു ദൈവത്തിന്റെ മക്കളല്ലേ? ഒരു പിതാവിന്റെ മക്കളല്ലേ? ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളല്ലേ? ബ്രഹ്മബീജമിതം സർവം നാനായോനി സമുത്ഭവം അന്യജാതി വിജാതീനാം വർണ്ണനാം ഈ പ്രയോജനം. പല സ്ത്രീകളുടെ ഗർഭപാത്രത്തിലൂടെ ഭൂമിയിലേക്ക് വന്നു എന്നതൊഴിച്ചാൽ നിങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തിന്റെ പേരിലാണ് ഇവിടെ ജാതി ഉണ്ടായത്? എന്തിന്റെ പേരിലാണ് താഴ്ന്നവനാക്കപ്പെടുന്നത്? എന്തിന്റെ പേരിലാണ് വർഗവിവേചനം ഉണ്ടാകുന്നത്? മനുഷ്യരൊക്കെ ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ മക്കളല്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു. അറിയണേ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ സംഭവമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകർ ആ മക്കമ്പത്തയിൽ വെച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, അലാ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാളും ഒരു ശ്രേഷ്ഠതയും അവകാശപ്പെടാനില്ല. വലാലി അസ്വദ അലാ അഹ്മറ, കറുത്തവന് തുടുത്തവനേക്കാളോ തുടുത്തവന് കറുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയും അവകാശപ്പെടാനില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, എല്ലാവരും ഒരു പിതാവിന്റെ മക്കളാണ്, എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമു മിൻ തുറാബ്,
ആദമാവട്ടെ മണ്ണിൽ നിന്നുണ്ടായവനുമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞുവെങ്കിൽ എന്റെ മുഅ്മിനുകളെ, ആ പ്രവാചകർ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ലോകത്തിന്റെ ഗതി എന്താകുമായിരുന്നു? ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇന്നും നിലനിൽക്കുന്നു സമൂഹത്തില്. താഴ്ന്നവൻ ഇപ്പോഴും താഴ്ന്നവൻ തന്നെ. ഗവൺമെന്റ് എന്തൊക്കെ നിയമം കൊണ്ടുവന്നാലും സർക്കാരുകൾ എന്തൊക്കെ സംവരണം ഏർപ്പെടുത്തിയാലും പാവപ്പെട്ടവൻ തന്നെ. താഴ്ന്ന ജാതിക്കാർ ഇപ്പോഴും താഴ്ന്ന ജാതിക്കാർ തന്നെ. അവർക്ക് അവകാശങ്ങളില്ല, അവർക്ക് പൂജിക്കാൻ അധികാരമില്ല, അമ്പലത്തിൽ പ്രവേശിക്കാൻ അധികാരമില്ല, അവർക്ക് മാനുഷികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ലോകമാണ് ഇന്നും ലോകത്തിന്റെ അവസ്ഥ. അത് തന്നെയാണ്. അവിടെയാണ് അല്ലാഹു തആല പ്രഖ്യാപിച്ചത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാവട്ടെ, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ മുഴുവൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ പല ഗോത്രങ്ങളും പല തറവാട്ടുകാരുമാക്കി അല്ലാഹു തആല പടച്ചത്. കറുത്തവൻ കറുത്ത മുഹമ്മദ്, വെളുത്ത മുഹമ്മദ്, കുള്ള മുഹമ്മദ്, നീളമുള്ള മുഹമ്മദ് ഒക്കെ ആക്കി അല്ലാഹു തആല പടച്ചത്. ലിതഅറഫു, നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചറിയാൻ ഒരു അടയാളം വേണമല്ലോ. അല്ലാതെ കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, ഇന്ത്യക്കാരന് ആഫ്രിക്കക്കാരനേക്കാളോ, അല്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് ഇന്ത്യക്കാരനേക്കാളോ ഒരു ശ്രേഷ്ഠതയും അവകാശപ്പെടാനില്ല. എല്ലാവരും ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളാണ്. അങ്ങനെയുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തിന്റെ നവോത്ഥാന നായകൻ. ആ പ്രവാചകൻ വന്നില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ വെളിച്ചം കെട്ടുപോകുമായിരുന്നില്ലേ? ഇന്ന് കാണുന്ന ലോകത്തിന്റെ വെളിച്ചം മുഴുവൻ അള്ളാഹുവിന്റെ പ്രവാചകരുടെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ആ പ്രവാചകരെ പുകഴ്ത്തി പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇരുട്ടിൽ നിന്നുള്ള സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? അള്ളാന്റെ റസൂല് വന്നില്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഇരുട്ടാകുമായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതീയതയും മറ്റുള്ള വൃത്തികേടുകളും ഈ ലോകത്ത് നിലനിൽക്കുമായിരുന്നു. അതൊക്കെ തുടച്ചു നീക്കിയതാരാ? വെളിച്ചം കൊണ്ടുവന്നതാരാ? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ടാണ് ലോകം എപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകരെ പുകഴ്ത്തി പറയുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നൊരു പുസ്തകമുണ്ടല്ലോ, ഗാന്ധിജിയുടെ ആത്മകഥ. അതിന്റെ ആമുഖം, അതിന്റെ തുടക്കം, ആമുഖം അവസാനിക്കുന്നത് 4 വരി കവിതയിലാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരുണ്ട് ഇത്ര നികൃഷ്ടനായി, എന്നെപ്പോൽ കുടിലൻ കലൻ കൃതജ്ഞൻ വഞ്ചകൻ, ഞാൻ സൃഷ്ടാവേ കൈവെടിഞ്ഞവൻ. ഗാന്ധിജി പറയാ, ഞാൻ എത്ര വൃത്തികെട്ടവനാണ്, ഞാൻ എത്ര നന്ദി കെട്ടവനാണ്, ഞാൻ എത്ര അധമനാണ്. ഞാൻ എല്ലാം നേടിയിട്ടും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയിട്ടും, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കുഞ്ഞിരോമങ്ങളെ പിടിച്ച് കുടുക്കി സ്വാതന്ത്ര്യം വാങ്ങിയിട്ടും ഞാൻ എന്റെ സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, അതെന്റെ പരാജയമല്ലേ എന്ന് ഗാന്ധിജി വിലപിച്ചുവെങ്കിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വള്ളത്തോൾ നാരായണ മേനോന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം, നീശ്വരത്വത്തിൽ ആവധിച്ചു നിരസ്ത വിശ്വാസർ അറേബ്യക്കാർ, കുറുമ്പുമാറാത്ത കുറൈശി വര്യർ കോലിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ, ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല അല്ലാഹു സർവാധിശക്തനേകൻ, ഇവർക്കിരുത്തേ പ്രിയമിത്രമൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിലേതോ. വെളിച്ചം ഇഷ്ടപ്പെടാത്ത സമൂഹം, ഇരുട്ടിനെ പ്രണയിക്കുന്ന സമൂഹം അള്ളാഹുവിന്റെ പ്രവാചകരെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ, അള്ളാഹുവിന്റെ പ്രവാചകരുടെ സന്ദേശത്തെ ഊതിക്കെടുത്താൻ, ആ സത്യം ലോകത്ത് വിജയിക്കാതിരിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുപാട് പരിശ്രമിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇന്നും ഒരുപാട് ശത്രുക്കളുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ ലോകത്ത് ഇപ്പോഴും ശത്രുക്കളാണ്. എന്താ അതിന്റെ കാരണം? ഒന്നാമത്തെ കാര്യം അസൂയ.
ലോകത്ത് ആരെ കൊണ്ടും കഴിയാത്തത് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ഗ്ലോറിയസ് ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലോക പ്രശസ്ത ചരിത്രകാരനായ കാർലൈൻ അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി എഴുതി വെച്ചത് ആ പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ഗ്ലോറിയസ് ലൈറ്റ് ഓഫ് ദ വേൾഡ്, സിറാജം മുനീറ. ഖുർആൻ പറഞ്ഞത് സിറാജം മുനീറ, കാർലൈൻ പറഞ്ഞത് ഗ്ലോറിയസ് ലൈറ്റ്, തിളക്കമുള്ള പ്രകാശമാണ് പ്രവാചകൻ ലോകത്തിന്. ആ വെളിച്ചം തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ പ്രവാചകർ നമുക്ക് യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ലതൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകർ നമുക്ക് അനുവദനീയമാക്കി തന്നു. നല്ലതെല്ലാം നമുക്ക് അനുവദനീയമാണ്. വയുഹരിമു അലൈഹിമുൽ ഖബായിസ, വടക്കകെട്ട സാധനങ്ങൾ, ഉപയോഗപ്രദമല്ലാത്ത ഉപദ്രവകരമായതൊക്കെ അല്ലാഹു തആല നമുക്ക് ഹറാമാക്കി. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, മദ്യം അത് അല്ലാഹു തആല ഹലാലാക്കിയിരുന്നെങ്കിൽ, റസൂലുള്ളാഹി ഹലാലാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ അവസ്ഥ എന്താവും? ഞാനൊരു സ്ഥലത്തിന്റെ പേര് പറയണില്ല, ഞാനൊരു സ്ഥലത്ത് വയലു പറയാൻ പോയി. നബിനെ പറ്റി തന്നെ അന്നും വിഷയം. വയലു പറയുന്നതിന്റെ ഇടയിൽ ഒരാൾ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ പറയുന്നതിന്റെ ഒപ്പം ഡാൻസ് കളിക്കുക. ആളൊക്കെ മുസ്ലിമാണ്, മൂപ്പന്റെ ഉള്ളിൽ കിടക്കണത് മറ്റേ സാധന. അതും കുടിച്ചു വന്നിട്ട് എൻ്റെ ഒപ്പം നിന്നിട്ട് ഞാൻ വയലു പറയുന്നതിന്റെ ഒപ്പം മൂപ്പര് ഡാൻസ് കളിക്കുക. നേരെ മുന്നിൽ വന്ന് നിന്നിട്ട് ആരും പിടിച്ചു മാറ്റാനൊന്നും പോണില്ല, പിടിച്ചു മാറ്റിയാൽ നടക്കൂല, ആ വയലു തന്നെ അലങ്കോലമാവും. ഇത് അനുവദനീയമാക്കാത്തുമ്പോഴുള്ള അവസ്ഥയായി പറയണത്. അതൊന്ന് ഹലാലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ സമൂഹത്തിന്റെ അവസ്ഥ? നമ്മൾ ആലോചിക്കുക. ഈ മദ്യം 1000 ഉറുപ്യ കൂലിയാ ഒരു ആശാരിക്ക്, അല്ലെ? ഇവിടെ എത്രയാ? 1000 ഉറുപ്യ രാവിലെ മുതൽ വന്നിട്ട് പണി തുടങ്ങുമ്പോ 10:30, ചായ കുടിക്കാൻ നിർത്തുമ്പോ 11:30, പണി മാറുമ്പോ 12:30, 3 മണിക്ക് പണിക്കിറങ്ങി 4 മണിക്ക് ഉളിയൊക്കെ എടുത്തു വെച്ചു 5 മണിക്ക് കൂലി വാങ്ങി പോവുകയും ചെയ്യും. അതിന് 1000 ഉറുപ്യ. അവൻ പിറ്റേന്നും പണിക്ക് വരുന്നതിന്റെ രഹസ്യം എന്താ നിങ്ങൾക്കറിയോ? ഈ പൈസ കഴിഞ്ഞത് കൊണ്ടല്ല. ഈ പൈസയിൽ നിന്ന് ആകെ കൂടി 150 ഉറുപ്യ വീട്ടിലെത്തുള്ളൂ, ബാക്കി മുഴുവൻ കുടിച്ചു തീർത്തിട്ടാവും വീട്ടിലേക്ക് എത്തുക. അതേപോലെ ഒരു അവസ്ഥ മുസ്ലിങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു നമ്മൾ ആലോചിക്കണം. അള്ളാന്റെ റസൂൽ അത് ഹറാമാക്കിയത് കൊണ്ടാ കൂട്ടരെ നമ്മള് സമാധാനത്തോടുകൂടെ അവർക്ക് 5000 കിട്ടണതും നമുക്ക് 500 കിട്ടണതും നമ്മൾ സുഖമായി ജീവിക്കും. കണ്ടിലിപ്പോ മൂല്യന്മാർക്കൊക്കെ 25,000 ഉറുപ്യ ഒരു മദ്രസയിലെ മൂല്യർക്ക് കേരള ഗവൺമെന്റ് പിണറായി സർക്കാർ 25,000 ഉറുപ്യ ഒരു മാസം കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 30-32 കൊല്ലായി ഞാൻ ഈ മൂല്യരിന്റെ ശമ്പളം വാങ്ങാൻ തുടങ്ങിയിട്ട് എനിക്ക് ഗവൺമെന്റിൽ നിന്ന് ഇതുവരെ 1 ഉറുപ്യ കിട്ടിയിട്ടില്ല. ഏത് മൂല്യർക്കും ഇത് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാന്നിട്ടൊന്നുമല്ല, കേരളത്തിലൊരു മൂല്യർക്കും കിട്ടിയിട്ടില്ല, കിട്ടൂല. എന്താ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ കാരണം? വെറുതെ അസൂയല്ല. കാരണം 5000-6000 ഉറുപ്യ ശമ്പളം വാങ്ങുന്ന, കൂടിയാൽ 10,000 ഉറുപ്യ ഒരു മാസം ശമ്പളം വാങ്ങുന്ന മൂല്യര് നല്ല ഉസാറുള്ള മോട്ടോർ സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ കാറും വാങ്ങും, 2 നില വീടുണ്ടാവും. എല്ലാ ഗുണവും വളർച്ചയൊക്കെ മുസ്ലിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ദിവസം 1000-1500 ഒരു വീട്ടിൽ അച്ഛനും 2 മക്കളും പണിക്ക് പോണ ആശാരിന്റെ വീട്ടിൽ ഒരു ദിവസം വരുന്ന വരുമാനം 3000. എന്നിട്ടും പിറ്റേന്ന് രാവിലെ കെട്ടിയോള് ഗ്യാസ് കുറ്റി വരുന്നുണ്ടെന്ന് ഗ്യാസിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 3 ആളോടും കൂടി ചോദിച്ചാൽ 300 ഉറുപ്പ്യം കൂടി കിട്ടൂല. ഇന്ന് പണിക്ക് പോയിട്ട് കിട്ടിയിട്ട് വേണം. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയത് നമ്മുടെ ഹബീബായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. വയളവു അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അല്ലാഹു തആല പറഞ്ഞു, ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങൾ ചുമന്നിരിക്കുന്ന ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ സഹായിച്ചത് റസൂലുള്ളാഹിയാ. നമ്മളെ ഏറ്റിക്കൊണ്ട് നടന്ന ഭാരങ്ങള്, നമ്മളെ വരിഞ്ഞു മുറുക്കിയ വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കുറെ കുടുക്ക് ചങ്ങലകൾ ഉണ്ടായിരുന്നല്ലോ. അസ്വാതന്ത്ര്യത്തിന്റെ, സമത്വമില്ലായ്മയുടെ, സമാധാനമില്ലായ്മയുടെ, ജീവിക്കാൻ അവകാശമില്ലായ്മയുടെ കൊളുത്ത് ചങ്ങലകൾ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം ഈ ലോകത്ത് നേടിത്തന്നത് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. നമ്മുടെ അവസ്ഥ എന്താ? എത്ര ഭാഗ്യമാ! നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹു തആല നൽകുന്ന വലിപ്പമാണ് ഈ വലിപ്പം. ഇത് നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകരിലൂടെ കിട്ടിയതാ. ഇതില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പ്രസംഗം ഉണ്ടാവോ? ഇവിടെ വയലുണ്ടാവോ? ഇവിടെ സമാധാനമുണ്ടോ? ഇവിടെ മറ്റ് പ്രവർത്തനങ്ങളുണ്ടോ? വേദങ്ങൾ ശ്രവിക്കുന്ന ശൂദ്രന്റെ കാതീലിയം സദരമൊഴിക്കണം എന്നുള്ളൊരു മൊഴി
കൽപ്പിച്ച ഹിന്ദുവിൻ ശ്രേഷ്ഠമാ മനുസ്മൃതി കാട്ടിലേക്ക് എറിയുകയും അല്ലായിൽ കരിക്കുവീൻ എന്ന് പാടിയ ആളാരാ? ഏതെങ്കിലും മൂലേര് പാടിയതല്ല. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യൂണിയന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയ മലയാള കവിത്രയത്തിലെ അഗ്രേസരനായ കുമാരനാശാൻ പാടിയ കവിതയാണത്. എടുത്ത് വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്തു കുമാരനാശാൻ. കാരണം താഴ്ന്ന ജാതിക്കാർക്ക് വേദം കേൾക്കാൻ പോലും അവകാശമില്ല. അവനെങ്ങാനും വേദം കേട്ട അവന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണം. എന്നിട്ടല്ലേ വേദം പാടുന്നത്, എന്നിട്ടല്ലേ വേദം പറയുന്നത്, എന്നിട്ടല്ലേ വേദം പ്രസംഗിക്കുന്നത്. ആ നിലയിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, സമത്വത്തിലേക്ക്, സമാധാനത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോയത് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ലോകത്ത്, ഈ പറയുന്നതൊക്കെ ലോകത്ത് യൂറോപ്പിൽ കേൾക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് നിങ്ങൾക്കറിയോ? സമയം പരിമിതമാണ്, ഞാൻ ചുരുക്കട്ടെ. 1789 ഫ്രഞ്ച് വിപ്ലവം. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ട ഫ്രഞ്ച് വിപ്ലവം. അതിന്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. കഴിഞ്ഞ 2 നൂറ്റാണ്ട് 100-200 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി യൂറോപ്പിൽ പോലും സമരം ആരംഭിക്കുന്നത്. അതിന്റെ 12 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ മണലാരണ്യത്തിൽ മനുഷ്യന്മാരെ മുഴുവൻ ഒന്നിച്ചിരുത്തി കറുകറുത്ത ബിലാലിനെയും തുടുതുടുത്ത സൽമാനുൽ ഫാരിസിയെയും ഒരു പായയിലിരുത്തിയിട്ട് ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയിട്ട് ഒന്നിച്ച് വാരി തിന്നാൻ സജ്ജമാക്കിയ, തയ്യാറാക്കിയ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അവസ്ഥയിലേക്ക് ലോകത്തെ മാറ്റിക്കൊണ്ടുവന്ന പ്രവാചകർ പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നമ്മൾ ആലോചിക്കണം, ഇപ്പൊ നമ്മുടെ കേരളത്തില് സ്ത്രീകളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചോ. ഇപ്പൊ സ്ത്രീകൾ സമരത്തിന് ഇറങ്ങിയിരിക്കുക. കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, മാറ് മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ സമരം നടത്തിയ നാടാണ് കേരളം. സമരം നടത്തി നേടിയെടുത്തതാണ് മാറ് മറയ്ക്കാനുള്ള അവകാശം സ്ത്രീകൾ. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ സ്ത്രീകള് കുപ്പായത്തിന്റെ കൈയിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വന്നു, അങ്ങനെ മുട്ടുവരെ എത്തി. അപ്പോഴൊക്കെ മൗലവിമാര് കുറച്ചൊക്കെ വയല് പറഞ്ഞു, വിമർശിച്ചൊക്കെ നോക്കി, കാര്യമൊന്നും ഉണ്ടായില്ല. കൈ പിന്നെയും കയറിപ്പോയി. ഇപ്പൊ പച്ച കൈ അങ്ങോട്ട് ഒഴിവായി. ഇപ്പൊ കൈയില്ല, പെണ്ണുങ്ങളുടെ കുപ്പായത്തിന് കൈ ഒഴിവായി പോയി. അങ്ങനെ കൈ ഒഴിവായ അവിടെ നിൽക്കുന്ന വിചാരിച്ചു. ഇപ്പൊ അവിടെ നിന്ന് പോയിട്ട് കഴുത്ത് വലിപ്പം കൂടി ഇപ്പൊ വന്നിട്ട് പള്ളിയിലേക്ക് എത്തിയിരിക്കുക. കുപ്പായത്തിന്റെ മാറ്, ടോപ്ലെസ് സംസ്കാരം. മൂടി വെക്കേണ്ടതൊന്നുമല്ല, കാണിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പൊ പെണ്ണുങ്ങൾ പറയുന്നത്. നഅൂദുബില്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് വയല് പറഞ്ഞിട്ട് തടയാൻ കഴിയും വിചാരിച്ചിട്ട് പറയുന്നല്ല. എന്നാലും നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ. നമ്മുടെ പൂർവികർ എത്ര പാടുപെട്ട് നേടിയെടുത്ത അവകാശങ്ങളാ. ഇപ്പൊ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മറിഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങള് ആരാണ്? ഈ സ്ത്രീകൾ. നിന്റെ ഭാര്യ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ്, ഒരു പെണ്ണിനെയാണ് നിന്റെ ഭാര്യ പ്രസവിച്ചത് എന്ന് കേൾക്കുന്ന താമസം. ആ മനുഷ്യന്റെ അവസ്ഥ അതോടുകൂടെ മാറുകയാണ് മാനക്കേട് കൊണ്ട്. ആ മനുഷ്യന്റെ അവന്റെ മുഖം കറുത്തിരുണ്ടു പോവുകയാണ്. പെൺകുട്ടിയുടെ പിതാവാണെന്ന് പറയുന്നത് മാനക്കേടാണ്. അവന്റെ ഭാര്യ പെൺകുട്ടിയെ പ്രസവിച്ചതിന്റെ മാനക്കേട് കൊണ്ട് അവൻ ആളുകൾക്കിടയിൽ ഇറങ്ങാതെ ഒളിച്ചു കഴിയുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ ഉണ്ടായിരുന്ന സംസ്കാരമാണത്. മാനക്കേട് സഹിച്ചുകൊണ്ട് പെൺകുട്ടിയെ വളർത്തണോ, അതല്ല പെൺകുട്ടിയെ ജീവനോടെ കൊണ്ടുപോയിട്ട് മണ്ണിൽ കുഴിച്ചു മൂടണോ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം. അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരാൾ പറയുന്ന കഥയുണ്ടൊരു സംഭവം, പറയാൻ നമുക്ക് കഴിയില്ല. അത്ര സങ്കടകരമായൊരവസ്ഥ. 6-7 വയസ്സ് വരെ എൻ്റെ പെൺകുട്ടിയെ ഞാൻ നോക്കി വളർത്തി, രഹസ്യമായി എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് വളർത്തി. നബിയെ
അവസാനം ഈ കുട്ടി വലുതായല്ലോ, ഇനി പുറത്ത് കാണുമല്ലോ എന്ന് ഘട്ടം വന്നപ്പോ ഞാൻ ഒരു ദിവസം മലയിലേക്ക് കാട്ടിലേക്ക് പോയിട്ട് വലിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, നമുക്ക് കാട്ടിലേക്ക് പോകാം, അവിടെ പോയാൽ കടുവയെ കാണാം, ആനയെ കാണാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് ആ കുഴിയുടെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മകളോട്, കണ്ടോ ആ കുഴിയിലൊരു സാധനം എന്നും പറഞ്ഞിട്ട് ആ കുട്ടിയെ കുഴിയുടെ വക്കിൽ നിന്ന് അതിലേക്ക് ചരിഞ്ഞു നിന്ന് നോക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. കുട്ടി കൊമ്പിട്ട് നോക്കുമ്പോൾ പിന്നിൽ നിന്നൊരു തള്ളു കൊടുത്തിട്ട് ആ കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ഞാൻ മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു വന്നു നബിയെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ഒരു സ്വഹാബി വന്ന് പറയുന്ന സംഭവം. അങ്ങനത്തെ പെൺകുട്ടികളെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തക്റഹുൽ ബനാത്ത്, നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത്. നിങ്ങൾക്ക് ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ് വേണ്ടത്. ലാ തക്റഹുൽ ബനാത്ത്, പെൺകുട്ടികളെ ഒരു കാരണവശാലും വെറുക്കരുത്. ലിഅന്നഹുന്നൽ മൂലിസാത്തുൽ ഗാലിയാത്ത്, കുടുംബത്തിൽ നേരം പോക്കുണ്ടാക്കുന്ന, മനസ്സിന് ആനന്ദം നൽകുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന, പ്രയാസങ്ങൾ ലഘൂകരിക്കുന്ന, കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നത് ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ വെറുക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. ആ നിലയിലേക്ക് പെൺകുട്ടികളെ അല്ലാഹുവിന്റെ പ്രവാചകർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആൺകുട്ടികൾക്ക് കൊല്ലത്തിലൊരു പാൻറ്റും കൊല്ലത്തിലൊരു ഷർട്ടും നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ മതി, അത് ആൺകുട്ടിക്ക് ധാരാളമാണ്. പെൺകുട്ടികൾക്ക് അത് പോരാ. കൊല്ലത്തിലൊരു ചുരിദാറും കൊല്ലത്തിലൊരു ഷാളും വാങ്ങിക്കൊടുത്താൽ പോരാ. വെള്ളിയാഭരണങ്ങളും പൊന്നിന്റെ ആഭരണങ്ങളും പെൺകുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കണേ. അവരെ കൊണ്ട് പഴയ വസ്ത്രം നിങ്ങൾ ധരിപ്പിക്കല്ലേ. പുതിയ പുതിയ ഉടയാടകൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണേ. ഷഫീഉനാ റസൂലുള്ളാഹി, നിസ്കരിക്കാൻ കൽപ്പിച്ച റസൂലുള്ള. ഇത് വിചാരിച്ചിട്ട് നാളെ തന്നെ പെൺകുട്ടികൾ വീട്ടിൽ വഴക്കുണ്ടാക്കരുതിട്ടോ. ഞാൻ റസൂലുള്ള പറഞ്ഞു എന്നേ ഉള്ളൂ. മൗലവിമാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല അത് വയല് പറയാത്ത. മൗലവിമാർക്ക് കുടുംബം വിചാരിച്ചിട്ടാ, കുടുംബത്തിലുള്ള സമാധാനം കളയണ്ട വിചാരിച്ചിട്ടാ. പെൺകുട്ടികൾക്ക് എപ്പോഴും പുതിയ തന്നെ വാങ്ങിക്കൊടുക്കണം. നിസ്കാരം കൽപ്പിച്ച നബി, നോമ്പ് പഠിപ്പിച്ച നബി, ഹജ്ജ് പഠിപ്പിച്ച റസൂലുള്ള. ആ റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറയാ, വെള്ളിയുടെയും പൊന്നിന്റെയും ആഭരണങ്ങൾ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. പുതിയ പുതിയ വസ്ത്രങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. കെട്ടിച്ചയക്കുമ്പോ നന്നായി സ്ത്രീധനവും കൊടുക്കുക. ഇപ്പൊ ആദ്യം കേൾക്കണില്ലേ, ദേവരെ കേട്ടതൊക്കെ സ്ത്രീധനം അറാമാന്നാണ്. ഈ മൗല്യര് വേറെയാണ്. കാരണം ഞാൻ നബിന്റെ അനുയായിയ. ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് തിരിച്ചു പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ യഥാർത്ഥ മുസ്ലിമാ. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നല്ല സമ്മാനം കൊടുത്തിട്ട് എന്നെ കൊണ്ടാക്കി കൊടുക്കണം. നിസ്സാരമാക്കരുത്. അവൾ വിലയുള്ളവളായിക്കോട്ടെ. കഴിവിന്റെ പരമാവധി 100 പവൻ കൊടുക്കാൻ കഴിയുന്നവൻ കൊടുക്കണം. അതിലേറെ കാറ് കൊടുക്കാൻ കഴിയുന്നവൻ കൊടുത്തോട്ടെ. അതിനൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെയാ പെണ്ണിന് ലോകത്ത് വിലയുണ്ടായത്. അള്ളാഹുവിന്റെ പ്രവാചകർ ഇത് പഠിപ്പിക്കുന്ന 6-ാം നൂറ്റാണ്ട് മദീനയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുന്ന കാലത്ത് റോമിലെ ക്രിസ്തീയ പുരോഹിതന്മാർക്കിടയിൽ വലിയൊരു തർക്കം നടക്കുക. എന്താ തർക്കം അറിയോ? കൊതുകിന് റൂഹ്, ആത്മാവുണ്ടോ ഇല്ലയോ എന്ന തർക്കം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. കൊതുക് നമ്മുടെ മേലെ വന്ന് കൊതുക് ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കൊതുകിനെ ഒരടി കൊടുക്കും, അത് ചാവും. അപ്പൊ അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് കൊതുകിന്റെ റൂഹിനെ പിടിക്കുകയാണോ? അതല്ല കൊതുകിന് അങ്ങനത്തെ ഒരു റൂഹില്ലേ? എന്റെ സംശയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് കൊതുകിന്റെ അവസ്ഥ? അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. എന്നതുപോലെ യൂറോപ്പിലെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം. ക്രിസ്തീയ പുരോഹിതന്മാർ തർക്കിക്കുകയാണ്, പെണ്ണിന് ആത്മാവുണ്ടോ ഇല്ലയോ? പെണ്ണ് കൊതുകിനെ പോലെയാണോ അതോ മനുഷ്യനാണോ? പെണ്ണിനെ കൊല്ലുമ്പോ അത് അസ്രായേൽ വന്ന് റൂഹിനെ പിടിക്കുന്നുണ്ടോ? പെണ്ണിന് അങ്ങനെ ഉണ്ടോ ഇല്ലയോ
എന്ന് ചർച്ച നടക്കുക ലോകത്ത്. അപ്പോഴാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ലാ തക്റഹുൽ ബനാത്ത്, പെണ്ണുങ്ങളെ നിങ്ങൾ വെറുക്കരുത്, ലിഅന്നഹുന്നൽ മൂനിസാത്തുൽ ഖാലിയാത്ത്, അവരാണ് സമാധാനം നൽകുന്നവർ, അവരാണ് ഐശ്വര്യം നൽകുന്നവർ എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകർ. ആ അവസ്ഥയിലേക്ക് ലോകം മടങ്ങിപ്പോവുക. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പുതിയ പരിഷ്കാരികൾ, പുത്തൻ പരിഷ്കാരം വന്നപ്പോ നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ ഒരു പെണ്ണ് ഗർഭിണിയായാൽ, പണ്ട് ജാഹിലിയ കാലത്ത് അറബികൾ പെൺകുട്ടി ജനിച്ചാൽ അതിനെ ജീവനോട് കൂടെ കൊണ്ട് കുഴിച്ചു മൂടി. ഇപ്പൊ 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 21ാം നൂറ്റാണ്ടില് ടെക്നോളജിക്കൽ ഏജിൽ ജീവിക്കുന്ന സമൂഹം, പെണ്ണിന് ഗർഭമുണ്ടോന്നറിയാൻ ഒരു സ്കാനിങ്, ഗർഭമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ 4 മാസം കഴിയുമ്പോൾ ഒരു സ്കാനിങ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാൻ. പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ഒരു 30,000 ഉറുപ്യ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്തിട്ടായാലും വിരോധമല്ല. മങ്ക പിറന്നാൽ മനം കറുത്തിയിടുന്ന വങ്കന്മാരിന്നും അതെത്രയെത്ര, മാതാവിലങ്കുരിച്ചുള്ളൊരജീവനെ മാന്തിക്കളയുന്നോരെത്രയെത്ര എന്ന് കവി പാടിയത് അതുകൊണ്ടാണ്. പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഒരു കത്തിരിയും കൊടിലും കടത്തിവിടുക. ഒരു കട്ടിംഗ് പ്ലെയറും ഒരു കത്തിരിയും കടത്തിവിടുകയാണ് ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ആ കട്ടിംഗ് പ്ലെയർ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഞാൻ വെറുതെ പറയല്ല, യൂട്യൂബിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കിട്ടും. അത് കണ്ടിരിക്കാൻ കഴിയുമെങ്കിൽ കണ്ടാൽ മതി, അത് കണ്ടിട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. കട്ടിംഗ് പ്ലെയർ കൊണ്ട് ഈ കുട്ടിയെ എങ്ങനെ പിടിക്കുക, ഗർഭത്തിലുള്ള ജീവനുള്ള കുട്ടിയെ. എന്നിട്ട് അതിന്റെ കത്തിരി കൊണ്ട് ഒരു കൈ വെട്ടുക, എന്നിട്ട് മറ്റേ കൈ വെട്ടുക, കാല് വെട്ടുക, അങ്ങനെ ഓരോ അവയവങ്ങളും വേർതിരിച്ചിട്ട് അതിനെ കൊല്ലുക ഗർഭപാത്രത്തിലിട്ട്. എന്നിട്ട് അതിനെ അലിയിച്ച് കളയാൻ വേണ്ടി, ദ്രവിപ്പിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ഗർഭപാത്രത്തിലേക്ക് കൊടുക്കുക. എന്നിട്ട് അത് ആ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയുക. ഇത് നടക്കുന്നത് എവിടെ അറിയോ? 21ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. 30,000 മുതൽ 50,000 വരെ ഹോസ്പിറ്റലുകാർ ഫീസ് വാങ്ങണത്. വെറുതെ അല്ല. നമ്മൾ ഗവൺമെന്റ് ആശുപത്രിന്റെ മുമ്പിൽ ഭ്രൂണം തിരിച്ചറിയാൻ വേണ്ടി സ്കാനിങ് നടത്താൻ ശിക്ഷാർഹമാണെന്ന് എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് നിങ്ങൾ? അതിവിടെ നടക്കണമുണ്ടാ ഗവൺമെന്റ് എഴുതി വെക്കണത്. നടക്കാത്തൊരു കാര്യം എഴുതി വെച്ചല്ല, അവിടെ നടക്കുന്നുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്ര അപകടകരമായ ഒരു അവസ്ഥ അവിടെ. അത് മാറ്റിയെടുത്തത് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ദുർബലരായ ആളുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പാവപ്പെട്ടവരുടെ കൂടെ, ദുർബലരായ ആളുകളുടെ കൂടെ, സഹായിക്കാൻ ആളില്ലാത്തവരുടെ കൂടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്ഹൂനിയൽ ളുഅഫാ, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് പണക്കാരുടെ കൂടെയല്ല. എന്നെ നിങ്ങൾ പണക്കാരുടെ കൂടെ അന്വേഷിക്കണ്ട, പ്രമാണിമാരുടെ കൂടെ ഞാൻ ഉണ്ടാവൂല. ഇന്നത്തെ മൗലവിമാരെ പോലെ അല്ല എന്നർത്ഥം. ഇപ്പൊ മൗലവിയെ അന്വേഷിക്കേണ്ടത് എവിടെയാ? പൈസക്കാരുടെ കൂട്ടത്തിലാ മൗലവി ഉണ്ടാകുക. പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് വിളിച്ചാൽ തന്നെ മൗലവി പോകൂല, പോകാൻ മൗലവിക്ക് താല്പര്യം ഉണ്ടാവൂല. കാരണം ഈസാ നബിയെക്കാളും മൂസാ നബിയെക്കാളും വലുത് പൈസാ നബിയാണ്. ശരിയല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു സപ്ലൈ ഓഫീസർ ഉണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പൊ റിട്ടയർഡാണ്, അളക്ക് ജീവിച്ചിരിപ്പുണ്ട്. മൂപ്പര് കൈക്കൂലി വാങ്ങിയിട്ട് പല സമയത്തും പിടിച്ചിട്ടുണ്ട്. അപ്പൊ നാട്ടിലാരോ ചോദിച്ചു, എന്തിനാ ചെങ്ങായി നീ ഇങ്ങനെ വീണ്ടും വീണ്ടും കൈക്കൂലി വാങ്ങണ ചോദിച്ചപ്പോ ഈ സപ്ലൈ ഓഫീസർ പറഞ്ഞ വാക്കാണ്, ഈസാ നബിയെക്കാളും മൂസാ നബിയെക്കാളൊക്കെ വലുത് പൈസാ നബി തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ വാങ്ങണമെന്ന് അയാൾ പറഞ്ഞത്. ഇതാണ് നമ്മുടെ അവസ്ഥ. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടല്ലോ ദുർബലരായ ആളുകളുടെ കൂടെയാണ്, പണക്കാരുടെ കൂടെയല്ല, സമ്പന്നന്മാരുടെ കൂടെയല്ല, പ്രമാണിമാർക്കൊപ്പം നിങ്ങൾ എന്നെ അന്വേഷിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്നമാ തുർസഖൂന, നിങ്ങൾക്ക് ആഹാരം നൽകപ്പെടുന്നതും വതുൻസറൂന, നിങ്ങളെ സഹായിക്കപ്പെടുന്നതും ബിൽഉഫായിക്കും, നിങ്ങളിലുള്ള പാവങ്ങള്, കൈകാലുകൾക്ക് ശേഷിയില്ലാത്തവര്, കണ്ണ് കാണാത്തവര്, സംസാരിക്കാൻ കഴിയാത്തവര്, ഗതിയില്ലാത്തവര്, പാവപ്പെട്ടവര്, അവരുടെ കൂടെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടില്ല, നമ്മൾ വീരാനൗലിയ പാപ്പ ഈ നാട്ടിൽ ഒരുപാട് കാലം ഇവിടെ പരിസരത്തൊക്കെ ജീവിച്ച ആളാണല്ലോ വീരാനൗലിയ. വീരാനൗലിയ പാപ്പ ഒരിക്കലും മുതലാളിമാരുടെ ഒപ്പം കാണൂലല്ലോ. പിന്നെ ആരുടെ ഒപ്പം ഒപ്പരുണ്ടായിരുന്നത്? പാണന്മാരുടെ ഒപ്പം. ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗമാണ് ഈ പാണന്മാര്.
ആ പാണന്മാരുടെ ഒപ്പം മിക്കവാറും ബീരാനോലിയപ്പാപ്പ ഉണ്ടായിരുന്നു. ചരിത്രം പരിശോധിച്ച് നോക്കി നിങ്ങൾ. വയസ്സന്മാരോട് ചോദിച്ചു നോക്കിയും കണ്ടവരുണ്ടാവും ഇപ്പോഴും അദ്ദേഹത്തെ. ബീരാനോലിയപ്പാപ്പ പാവപ്പെട്ട ആളുകളുടെ ഒപ്പം ഒരു ദിവസം പാണന്മാർ ചുറ്റും നിന്നിട്ട് ഇങ്ങനെ ചണ്ട കൂട്ടുക, മൂപ്പരതിന്റെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ ചാടുക. ബീരാനോലിയപ്പാപ്പ കണ്ട ആള് പറഞ്ഞ വിവരത്, കേട്ടതൊന്നുമല്ല. അതിലൊരാൾ ചെന്നിട്ട് പറഞ്ഞത്ര, എന്താ പാപ്പ ഈ കാട്ടുന്നത്, ഈ പാണന്മാര് കൊട്ടറിന്റെ ഒപ്പം നിന്ന് ചാടേ എന്ന് ചോദിച്ചത്ര വീരാനോലിയപ്പാപ്പാനോട്. അതിൽ വീരാനോലിയപ്പാപ്പ പറഞ്ഞു, ആ പാവങ്ങൾക്ക് ആരാ ഉള്ളത്? അതാണ് റസൂലുള്ള. പാവങ്ങളോടൊപ്പമാണ്, ദുർബലരോടൊപ്പമാണ്, അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പമാണ്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച സംസ്കാരം. നമ്മുടെ പൂർവികരൊക്കെ അതിന്റെ ആളുകളായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ മാറിപ്പോയി, കാലം മാറി. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയത് അള്ളാഹുവിന്റെ പ്രവാചകരാണ്. നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരോടാണ് മറ്റെന്തിനേക്കാളും വലിയ കടപ്പാട് നമുക്കുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകരെ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല. ആ പ്രവാചകരിലൂടെയല്ലാതെ നേരിന്റെ മാർഗം നമ്മിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവരെ, വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരെ, മുസ്ലിമീങ്ങളാണെന്ന് ലേബലൊട്ടിച്ച് നടക്കുന്നവരെ, അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, ആമിനൂ ബില്ലാഹി വറസൂലിഹി. നിങ്ങൾ മുഅ്മിനായിട്ടില്ല, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുക. ബാപ്പയും ഉമ്മയും മുസ്ലിമായത് കൊണ്ട് നിങ്ങൾ മുസ്ലിമാകൂല. ഇസ്ലാമും ഈമാനും എന്തെന്ന് നിങ്ങൾ പഠിക്കണം. എന്താണ് പ്രവാചകരെന്ന് മനസ്സിലാക്കണം. പ്രവാചകത്വം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. കുറെ കാലമല്ലേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ഈ നബി, എന്താണ് റസൂൽ എന്ന് ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചാൽ എന്താ മറുപടി കിട്ടുക? നമ്മൾ വയല് കുറെ കേട്ടിട്ടുണ്ട്, മൗലവിമാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നബിദിനെ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ നബിയുടെ ദൗത്യമുണ്ട്, നുബുവത്തിന്റെ ദൗത്യമുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ദൗത്യമുണ്ട്. ചോദിച്ചാൽ പറയാൻ കിട്ടാത്ത അവസ്ഥയാണ്. നമുക്ക് നമ്മുടെ നബിയെ പറ്റി അറിഞ്ഞൂടാ. സഫാറത്തുൽ അബ്ദി ബൈനല്ലാഹി വബൈന ദവിൽ അൽബാബി മിൻ ഖലീഖതിഹി എന്നാണ് ഒരു റസൂലിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പടപ്പുകൾക്കിടയിലുള്ള അംബാസഡർ, ഇടയിലെ നയതന്ത്ര പ്രതിനിധി, ഇടയിൽ നിൽക്കുന്ന ആള് വസീല. നമുക്ക് അള്ളാഹുവിലേക്ക് ചെല്ലണമെങ്കിൽ നബിയിലൂടെ ചെല്ലണം. അള്ളാഹു നമ്മളോട് വല്ലതും പറയണമെങ്കിൽ നബിയിലൂടെ പറയണം. നമ്മളോട് അല്ല ഒന്നും പറയൂല. എല്ലാം പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെയാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിൽ നിന്നാണ് വഹീ സ്വീകരിക്കുന്നത്. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. അള്ളാഹുവിന്റെ പ്രവാചകരോട് പറയാൻ പറയുന്നു അല്ലാഹു തആല, നബിയെ താങ്കൾ പറയുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്. ശരി തന്നെ, കാണാൻ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ്. പക്ഷെ യൂഹായിലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നുണ്ട്. ആ വഹി എന്ന് പറഞ്ഞത് 10,000 വാട്ട്സ് അല്ല, 50,000 വാട്ട്സ് അല്ല, 2 ലക്ഷം വാട്ട്സ് അല്ല, കോടിക്കണക്കിന് വാട്ട്സ് പവറുള്ള വഹി സ്വീകരിക്കുന്നവരാണ് ഞാൻ. നമ്മൾ അതിന്റെ 7 അയലത്ത് കൂടെ പോയാൽ കരിഞ്ഞു വെണ്ണീറായി പോകും. അതാ യൂഹായിലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ നബിനെ പറ്റി മനസ്സിലാക്കണം, റസൂലുള്ളാഹി തങ്ങളെ പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി നമ്മുടെ മുൻഗാമികൾ വിശ്വസിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് അവർ സന്നദ്ധരാകും, പ്രാപ്തരാകും. പ്രവാചകന്മാരെന്ന് പറയുന്നവർ കാണാൻ മനുഷ്യരാണെങ്കിലും ചില സമയങ്ങളിൽ അവരുടെ ഈ അവസ്ഥ അങ്ങ് മാറിയിട്ട് അവർ മലക്കായി മാറും. ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമ 1-ാം വാള്യം 303-ാമത്തെ പേജിൽ എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത്. ഇതാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം. ചില സമയത്ത് മനുഷ്യനാണ്, ചില സമയത്ത് മലക്കാണ്. അതായത് നമ്മുടെ ഇവിടെ മൊബൈലിന്റെ ടവർ കണ്ടിട്ടില്ല നിങ്ങൾ? മൊബൈലിന്റെ ആ കുന്തൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന വലിയ ടവർ ഇവിടെ അല്ലേ? ആ ടവറിന്റെ മുകളിൽ വട്ടത്തിൽ കുറെ സാധനമുണ്ട്, നീളത്തിലുണ്ട്. ദീർഘചതുരാകൃതിയിൽ കുറെ പെട്ടികളും വെച്ചിട്ടുണ്ട്, വട്ടത്തിലുള്ള കുറെ പെട്ടികളുണ്ട്. എന്താ അത്? 2 ഐറ്റം. ഒന്ന് റിസീവിങ് യൂണിറ്റ് ആണ്, മറ്റൊന്ന് ട്രാൻസ്മിഷൻ യൂണിറ്റ് ആണ്.
ഒന്ന് റിസീവിംഗ് ആണ്, പുറത്തുനിന്ന് വരുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാൻ അത് റിസീവിംഗ് യൂണിറ്റാണ്. അതായത് ജിബ്രീലിൽ നിന്ന് വഹി സ്വീകരിക്കണമെങ്കിൽ റിസീവിംഗ് യൂണിറ്റായി നബി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നബി മലക്കാവണം. എന്നിട്ട് അത് ട്രാൻസ്മിഷൻ ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം, നമ്മളോട് പറയണം. അതിന് നബി മലക്കായാൻ പറ്റൂല. മലക്കിന്റെ ഒച്ച കേട്ട നമ്മൾ അപ്പൊ തന്നെ മയ്യത്താവും. അപ്പൊ നബി എന്താവണം? മനുഷ്യനാവണം. ഈ രണ്ട് മുഖം അള്ളാഹുവിന്റെ പ്രവാചകർക്കുണ്ട്. ചിലപ്പോൾ ട്രാൻസ്മിഷൻ യൂണിറ്റായ മലക്കാണ്, റിസീവിംഗ് യൂണിറ്റായ മലക്കാണ്, ചിലപ്പോൾ ട്രാൻസ്മിഷൻ യൂണിറ്റായ മനുഷ്യനാണ്. ഇങ്ങനെ വിശ്വസിക്കണം നബിയെ, അല്ലാതെ ഈമാൻ ശരിയാവൂല. നമ്മളെ മൗലവിമാർ ഇത് പഠിപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയേണ്ടി വരുന്ന നജീബ് മൗലവിയുടെ ശിഷ്യനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും ഇതൊന്നും പ്രസംഗിക്കൂല. വേറെ ഒരു മൗലവിന്റെ ശിഷ്യന്മാർക്ക് ഇത് അറിഞ്ഞൂടാ. അവരുടെ ഈമാനിൽ അത് പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ പഠിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അള്ളാഹുത്തൽ അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഈ രണ്ട് മുഖം, മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യാഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. അള്ളാഹുവിന്റെ പ്രവാചകർ മനുഷ്യനാണ്, പക്ഷേ ലാ കൽ ബശരി, മനുഷ്യനെ പോലത്തെ മനുഷ്യനല്ല. യാഖൂതുൻ ഹജറുൻ, മാണിക്കക്കല്ല് കല്ലാണ്, പക്ഷേ ലാ കൽ ഹജരി, അത് തറ കെട്ടാൻ ഉപയോഗിക്കുന്ന കരിങ്കല്ലല്ല, സാധാ കല്ലല്ല. കല്ലിലുണ്ടൊരു കല്ല്, മനുഷ്യരിലുണ്ടൊരു മനുഷ്യൻ. അതാണ് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകർ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു SNDP യൂണിയന്റെ സ്ഥാപകൻ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനായി ലോകം മനസ്സിലാക്കുന്ന ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അനുകമ്പാ ദശകം പറഞ്ഞൊരു പദ്യമുണ്ട് അദ്ദേഹത്തിന്. മുസ്ലിങ്ങളായി നിങ്ങളതൊക്കെ പഠിക്കണം. ഇത് ഈഴവന്മാർ പഠിക്കട്ടെ, നമ്മളെല്ലാം അവർ നമ്മെന്തിനാ പഠിക്കണമെന്നല്ല വിചാരിക്കുന്നത്. ശ്രീനാരായണ ഗുരു എഴുതിയ അനുകമ്പാ ദശകം എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട്. ആ കവിത എല്ലാ വീടുകളിലും, എല്ലാ ഹിന്ദു വീട്ടിലും എല്ലാ വൈകുന്നേരവും ചെല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. മനസ്സിലാണ്ടോ? എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ചെല്ലാൻ വേണ്ടി ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ കവിതയാണ് അനുകമ്പാ ദശകം. അതേപോലെ മറ്റൊന്നാണ് ദൈവദശകം. അത് നിങ്ങൾ പേപ്പറിൽ ചിലപ്പോൾ വായിക്കുന്നുണ്ടാവും. ഇപ്പൊ അതിന്റെ അറബി ഇറങ്ങി. ദൈവദശകം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അറബി കിതാബ് ഇറങ്ങിയപ്പോ അറബിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. ഈ അനുകമ്പാ ദശകം എന്ന് പറഞ്ഞ് ദിവസം പാരായണം ചെയ്യാനുള്ളതാ. അതിലെന്താ പറയണത് നിങ്ങൾക്കറിയോ? അതിൽ പറയുന്ന ഏതാനും വരികൾ ഞാൻ വായിക്കാം, മുഴുവനോട് വായിക്കാൻ ഒഴിവില്ല. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണവാൻ നബി മുത്തുരത്നമോ. ശ്രീനാരായണ ഗുരു എല്ലാ ഈഴവന്മാരോടും തീയന്മാരോടും സന്ധ്യാവിളക്ക് കൊളുത്തി വെച്ചിട്ട് പാടാൻ പറയുന്ന കവിതയിലുള്ളതാണ്. അവര് പാടുന്നുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞൂടാ. ഏതായാലും എൻ്റെ പള്ളിയിൽ, എൻ്റെ റൂമിൽ മേശപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികൾ, എല്ലാ പുസ്തകങ്ങളും എൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എഴുതിയെടുത്തതാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, പുരുഷാകൃതി പൂണ്ട ദൈവമോ, മനുഷ്യന്റെ ആകൃതിയിൽ വന്ന ദൈവമാണോ, അതല്ല നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, ധർമ്മം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണോ, പരമേശ പവിത്ര പുത്രനോ, അതല്ല ലോകരക്ഷിതാവായ സൃഷ്ടാവായ ദൈവത്തിന്റെ മകനാണോ, കാരുണ്യവാൻ കരുണവാൻ നബി മുത്തുരത്നമോ എന്നാണ് ശ്രീനാരായണ ഗുരു ചോദിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച്. അത്ര പോലും നമ്മൾ നബിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലല്ലോ മുഅ്മിനീങ്ങളെ. ശ്രീനാരായണ ഗുരുവിന്റെ വിവരം പോലും റസൂലുള്ളാഹി തങ്ങളെ പറ്റി നമുക്കുണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ യഥാർത്ഥ മുഖം നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ മനുഷ്യ പ്രകൃതിയുള്ള ആളല്ല. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖ് അലൈഹിയായ ഹദീസ്, ദുർബലമായ ഹദീസല്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെ പോലത്തെ നിങ്ങളുടെ പ്രകൃതിയിലുള്ള ആളല്ല. എന്റെ പ്രകൃതി മനുഷ്യ പ്രകൃതി അല്ല. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ വിശ്വാസത്തിൽ ഇപ്പോൾ അത് കയറി വന്നിട്ടില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്,
മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. എന്ത് മനുഷ്യൻ? പണ്ടൊരു മൂർഖം പാമ്പ് കടിച്ചിട്ട് അതിന്റെ വിഷം ഏറ്റിട്ട് ആരൊരാൾ മരിച്ചപ്പോ അയാളുടെ മയ്യത്ത് ഏറ്റിക്കൊണ്ടുപോകുന്ന നേരത്തെ ഞാനോട് ഇങ്ങനെ തലപൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങളോട് കളിക്കാൻ അങ്ങനെ ഉണ്ടാവും. കാരണം നാഞ്ഞൂളും ഇങ്ങനെ കഴിഞ്ഞ് നിങ്ങൾ ജീവിപ്പെട്ടതാണല്ലോ. എന്ന പോലെ നമ്മളും നബിയും തമ്മിലുള്ള ബന്ധം. നമ്മൾ ഞാഞ്ഞൂളുകൾ, അത് മൂർഖം പാമ്പാ, അത് രാജവെമ്പാലയാ. അതൊന്ന് ഊതിയ മതി, ആള് മയ്യത്താവും. ഇത് രണ്ടും ഒരേ ജീവിയാണെന്ന് വിചാരിച്ച മണ്ടന്മാരാവൂലേ നമ്മള്? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ, ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായി നോക്കിയാലും കാഴ്ചയിലും ശരീരത്തിന്റെ കാര്യത്തിലും മാൽ ബശരി, മനുഷ്യന്റെ കൂടെ കൂട്ടാം. മനുഷ്യനാണ് മുഹമ്മദ് നബി, ഒരു മനുഷ്യൻ തന്നെയാണ്. നോക്കിയാലും കണ്ടാലൊക്കെ മനുഷ്യനാണ്. പക്ഷേ ആത്മീയമായിട്ടും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാലും പരോക്ഷമായി നോക്കിയാലും അൽ മലായികത്തി, റസൂലുള്ളാഹി തങ്ങൾ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അല്ലാതെ വഹി സ്വീകരിക്കാൻ കഴിയൂല, അല്ലാതെ ആകാശത്തേക്ക് കയറിപ്പോകാൻ കഴിയൂല, അല്ലാതെ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഇമാം ഖാലി ഇയാദിന്റെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിലെ 2ാമത്തെ വാള്യം 96ാമത്തെ പേജിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. ചുരുക്കി ഒരുപാട് പറയേണ്ടി വരും. പറഞ്ഞാൽ സമയം വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കാര്യം തന്നെ ചിന്തയിലായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ എൻ്റെ ലൈനിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. ഏതായാലും നിങ്ങളെ ഇനിയൊരു അവസരം കിട്ടിക്കോളുന്നില്ല. അടുത്ത നബിദിനത്തൊന്നും പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ വരില്ല. ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയി പറയണം, നബിദിന പ്രസംഗത്തിനെ ഞാൻ പോക്കില്ല, പ്രസംഗിക്കാറുമില്ല. എനിക്കത് ഇഷ്ടമല്ല. കാരണം എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ പോകുമായിരുന്നു. അപ്പൊ എൻ്റെ അമ്മ പറയും എൻ്റെ കുട്ടിൻ്റെ പ്രസംഗം നന്നായിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും എൻ്റെ കുട്ടിൻ്റെ പ്രസംഗം ഉസാറായി, എൻ്റെ കുട്ടിൻ്റെ പാട്ട് ഉസാറായി എന്നല്ലാതെ ബ്രായൻകുട്ടിൻ്റെ പാട്ട് ഉസാറായി എന്നൊരു മനുഷ്യൻ പറയൂല. പിന്നെ എന്തിനാ ഞാൻ അതിന് മെനക്കെടാൻ നിൽക്കണത്? അതുകൊണ്ട് ഞാൻ റബീഉൽ അവ്വൽ പരിപാടിക്ക് പ്രസംഗിക്കാൻ പോക്കില്ല. റഷീദിന്റെ വാക്ക് തട്ടാൻ കഴിയാത്തതുകൊണ്ട് മാത്രം. കാരണം എൻ്റെ പല കാര്യത്തിൽ ഞാൻ റഷീദിനോട് സഹായം തേടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ റഷീദ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിളിച്ചിട്ട് വരില്ലാന്ന് എങ്ങനെയാ റഷീദിനോട്? വേറെ ആര് വിളിച്ചാലും ഞാൻ വരില്ല പറയും. അതുകൊണ്ട് കിട്ടിയ അവസരം നമുക്ക് പഠിക്കൽ വാജിബായത് കുറച്ചുകൂടെ കിടക്കുന്നുണ്ട്. നമ്മൾ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സമുദായത്തിന് കിട്ടിയിട്ടില്ല. വായന പറയുന്ന മൗലവിമാർക്ക് എന്ന് അറിഞ്ഞൂടാ, പ്രസംഗിക്കുന്നവരത് പറയുന്നില്ല. അവരൊക്കെ നബിനെ പഠിക്കണ ജമാഅത്തേർ എഴുതിയ പുസ്തകത്തിൽ നിന്നാ. റബീഉൽ അവ്വലിന് പ്രസംഗിക്കാൻ വേണ്ടി മൗലവിമാര് കിതാബ് നോക്കും. എന്ത്? ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതിയ പുസ്തകം നോക്കിയിട്ടാണ് നബിനെ പ്രസംഗിക്കുന്നത്. അവർക്ക് നബിനെ പണ്ടേ തിരിഞ്ഞിട്ടില്ല. നബി അവർക്ക് തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞാലിട്ട് അവർ വിശ്വസിക്കില്ല. അവരുടെ പുസ്തകം നോക്കി പ്രസംഗിച്ച് എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് ഉണ്ടാകുക? എങ്ങനെ ഇസ്ലാം ഉണ്ടാകും? അതുകൊണ്ട് കാലയാൽ അദ്ദേഹത്തിന്റെ ഷിഫ എന്ന കിതാബിൽ എഴുതിയതാ. പ്രത്യക്ഷമായി നോക്കിയ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ പരോക്ഷമായി നബിയെ തിരിച്ചറിയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ മലക്കുകളിൽപ്പെട്ടയാളാണ് എന്ന് അഷിഫ എന്ന് പറയുന്ന കിതാബിന്റെ 2ാമത്തെ വാള്യം 96ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അന്നൽ അംബിയാ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് തന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥമുണ്ട്. പള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഭദ്രമായി അവിടെ വെച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ആരും തുറന്നു നോക്കാനൊന്നുമില്ല. ഷോക്കേസിൽ വെക്കാനാണല്ലോ ഇപ്പൊ കിതാബുകൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഗൾഫിൽ നിന്ന് വില കൂടിയ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഷോക്കേസിൽ വെക്കും. എന്നിട്ട് ആ പൊട്ടിപ്പൊളിഞ്ഞ പാത്രത്തിൽ തന്നെ ചോറ് തിന്നും. അത് വിരുന്നുകാർ വരുമ്പോൾ എടുക്കാനാന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കും. വിരുന്നുകാരോട്ട് വരൂല, ആ പാത്രം എടുക്കേണ്ടിയും വരൂല. അവസാനം നമ്മളൊക്കെ മരിച്ചു പോകും. ആ പാത്രം മക്കൾക്കൊട്ട് ഫാഷനൊട്ട് ഒക്കൂല്ല, അവരെടുത്ത് വലിച്ചെറിയുകയും ചെയ്യും. എന്ന പോലെ പള്ളികളിലൊക്കെ പക്ഷേ അലമാറുണ്ടാക്കിയിട്ട് നല്ല ചൊറുക്കുള്ള ചില്ലൊക്കെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിതാബ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. മൗലവിമാര് നോക്കലുമില്ല, എടുക്കലുമില്ല, തുറക്കലുമില്ല. ഫത്ഹുൽ ബാരിയിൽ കാണാൻ ആരാ നബി? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയുടെ 12ാമത്തെ വാള്യം 366ാമത്തെ പേജിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അദ്ദേഹം പറയുന്നു, അന്നൽ അംബിയാ യഖ്തസൂന ബി ആയാതിൻ യുഅയ്യദൂന ബിഹാ ലിയതമയ്യദു ബിഹാ മൻ ലൈസ മിസ്ലഹും. മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയാൻ വേണ്ടി അല്ലാഹു തആല അമ്പിയാക്കന്മാർക്ക് ചില പ്രത്യേകതകൾ നൽകും, ചില ഹസായിസുകൾ, ചില ഷമായിലുകൾ, ചില ഫലായിലുകൾ.
അതൊക്കെ പറയാൻ ഇവിടെ സമയമില്ല. ഈ ഒറ്റ ഇബാറത്ത് വായിച്ച് ഞാൻ ചുരുക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, അതിൽ ഒന്നാമത്തത് അവ്വലുഹ സാനിഹ, അങ്ങനെ 1, 2, 3, 4 പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവസാനം താസിഉഹ. അദ്ദേഹം പറയാ 9ാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രത്യേകത അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണിന്റെ കൂർമ്മത. നമ്മുടെ കാഴ്ച പോലെയല്ല റസൂലുള്ളാഹിന്റെ കാഴ്ച. ആ റസൂലുള്ളാഹിന്റെ കാഴ്ചന്റെ പ്രത്യേകത ഭൂമിയുടെ അങ്ങേ അറ്റത്ത് നടക്കുന്ന കാര്യം ഇവിടെ ഇരുന്നിട്ട് മദീന പള്ളിയിൽ ഇരുന്നിട്ട് നബി തങ്ങൾ കാണും. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച ശേഷവും ഇപ്പോഴും. കുറ്റിക്കോട് എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, കേരളം എന്ന സംസ്ഥാനത്ത് 10-14 ജില്ലകളിൽ നിന്ന് ഒരു ജില്ലയായ പാലക്കാട്, ആ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു താലൂക്കായ ഒറ്റപ്പാലം, ആ ഒറ്റപ്പാലം താലൂക്കിലെ തൃക്കടിരി പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ കുറ്റിക്കോട് മൊഹീദ്ദീൻ പള്ളിന്റെ പിന്നാമ്പുറത്ത് നിന്നിട്ട് ആ ഇബ്രാഹിം എന്ന് പറയുന്ന ചെക്കൻ എന്നെ പറ്റി പറയുന്നുണ്ട് എന്ന് കാണാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയും. നമ്മുടെ വിശ്വാസം അത്. ഇത് വിശ്വസിക്കാതെ നമ്മൾ മുഅ്മിനാവൂല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് അതിന് പറ്റുന്ന കണ്ണാണ് എന്ന് മാത്രമല്ല, 10ാമത് അള്ളാഹുവിന്റെ ചെവിയുടെ കൂർമ്മത. നമ്മുടെ ചെവി പോലെയല്ല, നമ്മുടെ കേൾവി പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കേൾവി. ഒരാളും കേൾക്കാത്തത് ഭൂമിയുടെ അങ്ങേ തലക്ക് എവിടെയോ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ കേൾക്കും. നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരിയിലുള്ളതാണ് ഈ പറയുന്നത്. ഞാൻ പേജ് നമ്പറൊക്കെ പറഞ്ഞ് എന്തിനറിയാം നിങ്ങൾക്ക്? ആർക്കെങ്കിലും അത് നോക്കി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ നോക്കി പഠിച്ചോട്ടെ വിചാരിച്ചില്ല. കിതാബ് കിട്ടാത്ത കിതാബൊന്നുമല്ല, അവിടെ ഉണ്ട്. ഇവിടെ അല്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ടു, നാളൊരു നിക്കാഹിന് വന്ന പാട് ഇരിക്കുന്നുണ്ടോ, പൂട്ടി വെച്ചിട്ടുണ്ട് ആർക്കും കിട്ടാത്ത വിധത്തിൽ. കാരണം ആരും നോക്കൂല, കിതാബ് നോക്കണ പരിപാടി തന്നെ ഇപ്പൊ ആർക്കും ഇല്ലല്ലോ. ഏതായാലും ഫതുഹുൽ ബാരിയിൽ കാണാം 12ാമത്തെ വാള്യം 366 പേജ്. തീർന്നില്ല. 11ാമത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാസനിക്കാനുള്ള കഴിവ്. മൂക്കിന്റെ മൂർച്ച, കരിമൂക്കിന്റെ മൂർച്ച, അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറ്റൊരു മുജിസത്താണ്. ഏതുപോലെ? യൂസഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞിട്ട് ബാപ്പ യൂസഫിനെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് അള്ളാഹിന്റെ കണ്ണിന്റെ, റസൂലുള്ളാഹിന്റെ കണ്ണിന്റെ, യൂസഫ് നബിയുടെ, യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയി. കണ്ണൊക്കെ വന്നിട്ട് ഇറച്ചി ദശ വന്ന് മൂടിപ്പോയി. ഒരു വസ്തുവിന്റെ നിഴല് പോലും ബാപ്പാക്കറിയില്ല എന്ന് ഏട്ടന്മാര് യൂസഫ് നബിയോട് പറഞ്ഞപ്പോ യൂസഫ് നബി അലൈഹിസ്സലാം ഏട്ടന്മാരോട് പറയുന്നുണ്ട്. ഖുർആനിലുള്ളതാട്ടോ പറയുന്നത്, ഞാൻ പഴംപുരാണം പറയുന്ന ആളല്ല. ആ സമയത്ത് യൂസഫ് നബി ഏട്ടന്മാരോട് പറഞ്ഞു, ഇദ്ഹബു ബി ഖമീസി ഹാദാ, എന്റെ ഈ വിയർപ്പിന്റെ നാറ്റമുള്ള കുപ്പായം നിങ്ങൾ കൊണ്ടുപോയി, എന്റെ വിയർപ്പിന്റെ ദുർഗന്ധമുള്ള ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോകുക. ഫൽഖൂഹു അലാ വജ്ഹി അബി, ഈ കുപ്പായം കൊണ്ടുപോയിട്ട് എന്റെ വാപ്പാന്റെ മുഖത്തേക്ക് നിങ്ങൾ ഇടുക. എഴുത്തി ബസീറ, നിങ്ങളുടെ വാപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഇത് മറഞ്ഞ കാര്യമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, മുഅ്ജിസത്തായിട്ട് വരാൻ പോകുന്നതാണ്. അത് മുൻകൂട്ടി യൂസഫ് നബി പറയുകയാണ്. അങ്ങനെ യൂസഫ് നബി അത് പറഞ്ഞു. അങ്ങനെ കുപ്പായവുമായിട്ട് അവരവിടെ നിന്ന് പുറപ്പെട്ടു. വലമ്മാ ഫസലത്തിൽ ഈറു, ആ യാത്രാ സംഘം ആ യൂസഫ് നബിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 400 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ വീട്ടിലുള്ള ഭാര്യമാരോട്, കുടുംബക്കാരോട് പറയുകയാ, കാലബൂഹും, അവരുടെ വാപ്പ പറയാ, ഇന്നീല അജിദു റീഹ യൂസുഫ, എന്റെ പുന്നാരമോൻ യൂസുഫിന്റെ വാസന ഞാൻ അനുഭവിക്കുന്നുവെന്ന്. യാക്കൂബ് നബി പറയാ, എന്റെ മോന്റെ വാസന എവിടെയാ? കുപ്പായം 400 കിലോമീറ്റർ അകലെയാ. അവിടെ നിന്നാണ് ഈ വാസന യാക്കൂബ് നബിയുടെ മൂക്കിലേക്ക് അടിച്ചു വീശുന്നത്. ഇത് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു, ഈ ജമാഅത്തുകാരും മുജാഹിദുകളൊക്കെ അന്നുണ്ടാവുമല്ലോ, ഈ മുജാഹിദും ജമാഅത്തൊക്കെ അന്നുണ്ട്, യുക്തിവാദികൾ അന്നുണ്ട്. അതുകൊണ്ട് ഈ യുക്തിവാദികൾക്ക് ഇത് ഇഷ്ടപ്പെടൂല എന്നറിയാലോ. അപ്പൊ യൂസഫ് നബി അപ്പൊ തന്നെ യാക്കൂബ് നബി ഉടനെ പറഞ്ഞു, ലൗല അൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ പിരാന്തനാക്കണില്ലെങ്കിൽ കേട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ പിരാന്തനാക്കും. ഇപ്പോഴത്തെ വഹാബി മൗദൂദികൾക്ക് അതാണല്ലോ പണി.
അവര് ഭ്രാന്തനാക്കും പോലെ നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കണില്ലെങ്കിൽ എന്ന് പറഞ്ഞു യൂസഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം. അപ്പോഴും മക്കൾ വീട്ടിലുള്ളവർ പറഞ്ഞെന്താ? കാലു തല്ലാഹി ഇന്നക ലഫീ വലാലിക്കൽ ഖദീം, അള്ളാനെ തന്നെയാണ് സത്യം, ബാപ്പയെ നിങ്ങൾ നന്നാവൂല, നിങ്ങൾ ഇപ്പോഴും പഴച്ച മാർഗത്തിലാ, നിങ്ങൾ ഇപ്പോഴും നന്നായിട്ടില്ല. യാക്കൂബ് നബിയോട് കുടുംബക്കാര് പറയാ, ഭാര്യ മക്കള്. ആ നിലയിലുള്ള എല്ലാ കഴിവുകളും അല്ലാഹു തആല പ്രവാചകന്മാർക്ക് നൽകും. അതുകൊണ്ടാണ് നമ്മൾ മൗലൂദ് കിതാബിൽ നമ്മൾ മൗലൂദ് ഓതുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഇൻകാന മുഅ്ജിസു യൂസുഫിൻ ബിഖമീസിഹി തല്ലാഹി വൽ മൗലൂദു മിൻഹു അസിയദു ഔ കാന ഇബ്രാഹീമു ഉഅ്തിയ റുഷ്ദഹു തല്ലാഹി വൽ മൗലൂദു മിൻഹു അർഷദു. യൂസഫ് നബി അലൈഹിസ്സലാം ഇൻകാന മുഅ്ജിസു യൂസുഫിൻ ബിഖമീസിഹി, നബിയായ യൂസഫിന്റെ കുപ്പായത്തിനാണ് മുഅ്ജിസത്ത് എന്നുണ്ടെങ്കിൽ തല്ലാഹിദൽ മൗലൂദു മിൻഹു അസിയദു, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ കുട്ടി ആമിന ബീവി പ്രസവിച്ച പൊന്നുമോൻ അതിനേക്കാളൊക്കെ എത്രയോ വലിയ മുഅ്ജിസത്തുകളുള്ള കുട്ടിയാണ്, എത്രയോ അമാനുഷികമായ സിദ്ധികളുള്ളയാളാണ്, ദലായിലിൻ നുബുവത്ത് ഉള്ളയാളാണ്. ഔ കാന ഇബ്രാഹീമു ഉഅ്തിയ റുഷ്ദഹു തല്ലാഹിദൽ മൗലൂദു മിൻഹു അർഷദു. അതല്ല, ഇബ്രാഹിം എന്ന് പറയുന്ന നബിക്ക് നൽകപ്പെട്ട ആ നേർമാർഗമാണ് വലിയ മുഅ്ജിസത്ത് എന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ റുഷ്ദ് കിട്ടിയ കുട്ടിയാണ് ആമിന ബീവിന്റെ പൊന്നുമോൻ എന്നാണ് നമ്മൾ മൗലൂദുകളിലൊക്കെ പറയുന്നത്. പക്ഷെ മൗലൂദിൽ എന്താ പറയുന്നത് പറയുന്നവർക്കും അറിഞ്ഞൂടാ, കേൾക്കുന്നവർക്കും അറിഞ്ഞൂടാ. ഇതിങ്ങനെ പറയാന്നുള്ളതല്ലാതെ ഇത് കൂലി കിട്ടണമെന്ന നിർബന്ധം മൂല്യന്മാർക്കില്ല, അത് കേട്ടാലൊട്ട് കൂലി കിട്ടൂല. അർത്ഥം അറിയാതെ മൗലൂദിയ കൂലി കിട്ടൂല. നമ്മൾ മൗലൂദ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ മദ്ഹബിലെ ഹാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ മഹാനായ ഇബ്നു അൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ തന്റെ ഫതാവൽ കുബ്രയിൽ ഫതാവൽ ഹദീസില് ഈ ഹദീസ് കേട്ടാ കൂലി കിട്ടുമോ എന്നുള്ള വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ മൗലൂദ് ഓതുമ്പോൾ കേട്ടിരിക്കുമല്ലോ, ആ കേട്ടിരിക്കുന്നതിന് വല്ല കൂലി ഉണ്ടോന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു. ഇൻ ഖസദ ബി സമായിഹി അൽ ഹിഫ്ള, അത് കേട്ടിട്ട് കാണാതെ പഠിക്കണമെന്നോ, വ തഅലീമൽ അഹ്കാമി, ഹുക്കുമുകൾ പഠിപ്പിക്കണമെന്നോ, വ സ്വലാത്ത അലൈഹി, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അതിന് കൂലി കിട്ടും. ഏതിന്? പാഠമാക്കുന്നതിനും ഹുക്കുമുകൾ പഠിക്കുന്നതിനും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിനും കൂലിയുണ്ട്. അവ ഇത്തിസാല സനദി, അല്ലെങ്കിൽ സനദ് ചേർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കൂലിയുണ്ട്. ഫഫീഹി സവാബുൻ, അതിന് പ്രതിഫലമുണ്ട്. ഫഖാല ശൈഖു അബുൽ ഇസ്ഹാഖ് ശിറാസി റഹ്മഹുല്ലാഹ് ഫീ ശറഹിൽ ലുമാ, ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനായ അബു ഇസ്ഹാഖ് ശിറാസി അദ്ദേഹത്തിന്റെ ലുമായി എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു, അന്ന ഖിറാഅത മുത്തൂനിഹ, ഈ ഹദീസിന്റെ മത്നുകൾ ഇങ്ങനെ വായിക്കല് ലാ യതഅല്ലഖു ബിഹാ സവാബുൻ ഖാസുൻ, അതിന് പ്രത്യേകമായ കൂലിയൊന്നും കിട്ടൂല. ഇത് പറഞ്ഞതിന്റെ പേര് നിങ്ങൾ എന്നെ വഹാബിയാക്കരുത് കേട്ടോ, ആക്കിയാലൊരു ചുക്കും എനിക്കില്ല കേട്ടോ, വേറെ വിഷയം. അതാണല്ലോ പിന്നെ അടുത്ത പരിപാടി. നമ്മൾ മനസ്സിലാക്കണം, ഇതിന് കൂലി കിട്ടണമെങ്കിൽ ഒരുപാട് ഷർത്തുണ്ട്. ഇതിങ്ങനെ വായിച്ചു പോയാൽ പോരാ. എന്താണ് ആ പറയുന്നത് ജനങ്ങൾക്ക് തിരിയണം, പറയുന്ന ആൾക്ക് അതിന്റെ അർത്ഥം അറിയണം, അല്ലെങ്കിൽ അതിന് കൂലി കിട്ടൂല. നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, ഇത് ബുഖാരിയിലുള്ള ഹദീസ് തന്നെ വായിച്ചാലും കൂലി കിട്ടൂല, സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസായാലും കൂലി കിട്ടൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിട്ടോ നിൽക്കുവന്നെ ഈ കഴിയട്ടെ. ഇതിന് കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി നമ്മുടെ ഇമാമുകൾ പറഞ്ഞതിന് കൂലി കിട്ടൂല. ആ വാക്ക് പ്രത്യേകതയുള്ള വാക്കല്ലാത്തത് കൊണ്ട് അതിന് കൂലി കിട്ടൂല എന്ന് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ച് ഫതാവൽ ഹദീസിയുടെ 278 പേജിൽ കാണാം. വ്യക്തമായി തന്നെ നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ മൗലൂദിന്റെ ഒക്കെ ഒന്ന് അർത്ഥം പഠിക്കാൻ ശ്രമിക്കാം. മൗലവിമാര് പഠിക്കൂല, കാരണം നായിന്റെ വാല് കുഴലിലിട്ടാൽ നൂരൂല. നിങ്ങൾ നന്നാവണം, മൗലവിമാരെ നന്നാക്കാൻ നിങ്ങൾ മെനക്കെടണ്ട, അവരിഞ്ഞ് നന്നാവൂല, അത്ര അതപ്പതിച്ചു പോയി. ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് കൂടെ കടന്നിട്ട് മനസ്സിലാക്കിയതാ. നന്നാക്കാൻ കഴിയാത്തൊരു വിഭാഗമായി ഈ വർഗം കുത്തിയേറ്റ് പോയി. അവർക്കതിൽ താല്പര്യമില്ല. ദീപസ്തംഭം, മഹാശര്യം, നമുക്ക് കിട്ടണം പണം, ഇത്യർത്ഥമേഷ ശ്ലോകേനം, അല്ലാതൊന്നും നവിദ്യത. കുഞ്ചൻ നമ്പേര് പറഞ്ഞ പോലെ, പാപ്പ മരിച്ചാലും ശരി, ഇമ്മ മരിച്ചാലും ശരി, പണ്ട് മൊല്ലാക്ക പറഞ്ഞില്ലേ,
മയ്യത്ത് നരകത്തിലായാലും സ്വർഗത്തിലായാലും വിരോധമല്ല, തനിക്കിനോദിയ പൈസ എനിക്ക് തന്നെ കിട്ടണം എന്ന് പറയുന്ന നിലവാരത്തിലാണ് അപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മക്കൾക്ക് നബിനെ പറ്റി പഠിപ്പിക്കണം. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ അറിയണം. ദലായിലിൻ നുബുവ മനസ്സിലാക്കണം. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതിന് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം, അതിന് അധ്വാനിക്കണം. അതിന് പറ്റുന്ന രൂപത്തിലാവണം നമ്മുടെ മൗലൂദുകളൊക്കെ. അതാണ് മൗലൂദിന്റെ ശരിയായ രൂപം. അതിനാ സീറത്തുൻ നബി എന്ന് പറയാ. റസൂലുള്ളാഹിന്റെ ചരിത്രമാണ് മൗലീദ്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തുണ്ടായ, ജനന സമയത്തുണ്ടായ അനുഭവങ്ങളാണ്. അത് നമ്മൾ അറിയില്ല. പിന്നെ നബിനെ പറ്റി എന്ത് കുന്താ നമുക്ക് തിരിയാ? ദലായിലിൻ നുബുവ പഠിക്കാതെ എങ്ങനെ ഈമാൻ ശരിയാവുക? നബിയാണെന്നതിന് തെളിവോടുകൂടെ നബിയെ വിശ്വസിക്കണം. അത് പഠിപ്പിക്കുന്ന ഏക സംവിധാനം ഇപ്പൊ മൗലൂദുകളാണ്. എല്ലാ മൗലൂദിലും അത് തന്നെയുള്ളത്. മിഅ്റാജിലേക്ക് ചെന്നാല് ഫൗഖൽ ബുറാഖി മുസറദൻ മസ്മൂമാ തഅലു ലിഹദറതി ഖുദ്സിഹി തഖദീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വഅലമു ഉമ്മത മുഹമ്മദ്. നബിന്റെ പേരിൽ സ്വലാത്തൊക്കെ ചൊല്ലി നിങ്ങളെ. അപ്പോ ഇവിടെ പരിപാടി ഇത് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ചെലവുള്ള ഒരു പരിപാടിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു ബക്കറ്റുമായിട്ട് കുട്ടികൾ വരും. അവരുടെ കയ്യിൽ നിങ്ങളിതൊരു കണ്ണോട്ടന്മാർക്കുള്ള പിരിവല്ല എന്ന് മനസ്സിലാക്കിയിട്ട് 2 റുപ്യ 5 റുപ്യ കയ്യിലിട്ടിട്ട് കൊട്ടൻ ഉറുപ്പ്യ കയ്യിലിട്ടിട്ട് കടകടാ കൊടുക്കുന്ന ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ വിലപ്പിടിപ്പുള്ള സാധനം ഇനി മഞ്ഞ നിറത്തിലുള്ള ഇട്ടിട്ട് ഒച്ച ഉണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി വാങ്ങിത്തരാനുള്ള വയലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സഹായിക്കണം. നമ്മുടെ പരിപാടി വിജയിക്കണം. അല്ലാഹു തആല നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ എല്ലാവരും ആരും ഒഴിവാകരുത്. എല്ലാവരും കഴിവിന്റെ പരമാവധി കൊണ്ടുവന്നത് ഏതായാലും മടക്കി കൊണ്ടുപോകാത്ത വിധം സഹായിക്കണം. ഇല്ലാത്തവരുള്ളവരടുത്ത് വാങ്ങിയിട്ടെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ മിഅ്റാജിന്റെ രാത്രിയിൽ ചെരുപ്പിട്ട് കയറിപ്പോയ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ അർശിങ്കലേക്ക് 7 ആകാശവും കിടന്നിട്ട് അതിന്റെ അപ്പുറം സിദ്റത്തുൽ മുൻതഹയും കിടന്നിട്ട് അള്ളാഹുവിന്റെ അർശിങ്കലേക്ക് دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന 7 ആകാശവും കടന്നിട്ട് മലക്കുകൾക്ക് പോകാവുന്നതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിയപ്പോ കൂടെ പോയ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ഇനി എനിക്ക് ഇവിടെ അങ്ങോട്ട് വരാൻ പറ്റൂല, എന്റെ പ്രവേശനം അവസാനിച്ചു. ഇനി അവിടേക്ക് താങ്കൾക്ക് മാത്രമേ ക്ഷണുള്ളൂ. താങ്കൾ പോണം നബിയെ, ദഅനി തഖദ്ദം, പൊയ്ക്കോളുക നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആശംസ അർപ്പിക്കുമ്പോൾ നബി ചോദിക്കുന്നുണ്ട്, അല്ല ജിബ്രീലെ, ഒരു പരിചയവുമില്ലാത്ത, ഒരു മുന്നറിയിപ്പില്ലാത്ത, ഒരു മുന്നൊരുക്കമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടിട്ട് താങ്കൾ എന്നെ ഒറ്റയ്ക്കാക്കി പോവുകയാണോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ അല്ലാഹു വിളിക്കുകയാണ്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. വരിക നബിയെ, താങ്കൾ കയറി വരിക. താങ്കളെ കാത്ത് റബ്ബുൽ ആലമീനായ രാജാതിരാജനായ സർവശക്തനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ താങ്കളുമായി മുനാജാത്ത് നടത്താൻ, സംസാരിക്കാൻ കാത്തിരിക്കുന്നു നബിയെ. في قاب قوسين دنا أو أقربا من ربه هذا النبي المجتبى فرآه عينا وفؤادا مرهبا فسقاه كأس محبة تسنيما صلوا عليه وسلموا تسليما. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവുമായിട്ട് ഫീ ഖാബ ഖൗസൈനി ഔ ദനാ, ഖുർആന്റെ വാക്ക്,
അമ്പും വില്ലും തമ്മിൽ അടുക്കുന്നത് പോലെ അള്ളാഹുവുമായിട്ട് അടുത്തിട്ട് കണ്ണുകൊണ്ടും കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും മനം കുളിർക്ക അള്ളാനെ കണ്ട റസൂൽ വാങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകർ, ഇതൊക്കെയാ റസൂലുള്ളാഹിന്റെ വലിപ്പം. അല്ലാതെ കാറൽ മാർക്സിനെക്കാൾ ഉസാറാണ്, ബർനാഡ് ഷാ നബി ഉസാറാന്ന് പറഞ്ഞിട്ടുണ്ട്, കാർലൈൻ ഉസാറാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കുന്താ അതൊന്നും റസൂലുള്ളാഹിനെ തിരിഞ്ഞവരല്ല, അള്ളാഹുവിന്റെ പ്രവാചകരെ തിരിഞ്ഞവരാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, ഈമാൻ ശരിയാവണോ? തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക, നബിയിൽ വിശ്വസിക്കുക, മലക്കൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പോരാ. തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി. നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഫത്തുഹുൽ ബാരി 1-ാമത്തെ വാള്യം 39-ാമത്തെ പേജിൽ കാണാം, ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുർ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കണം. റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ വാസ്തവാക്കണം. ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി കൊണ്ടുവന്നതൊക്കെ അതാണ് ഈമാൻ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ പരിശുദ്ധ ഖുർആൻ മുത്തഖികൾക്ക് മാർഗദർശനമാണ്. ആരാണ് ഈ മുത്തഖി? 5 വക്തും സുബഹി നിസ്കരിച്ചിട്ട് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് സുയിപ്പാക്കല്ലാ 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 എന്ന് ചെല്ലണവനല്ല. പിന്നെ ആരാണ് മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാതെ വിശ്വസിക്കുന്നവരാണ്, അന്ധവിശ്വാസികളാണ്. പച്ചയ്ക്ക് അങ്ങോട്ട് പറയാ, തിരിയാൻ വേണ്ടിയിട്ട്. കാണാതെ വിശ്വസിക്കുക പറഞ്ഞ എന്താ? അന്ധമായി വിശ്വസിക്കണം. ഇപ്പോഴത്തെ മൗലവിമാരുടെ പ്രസംഗം സ്റ്റേജിൽ കയറിയാൽ തന്നെ പറയണ്ട, ഇസ്ലാം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരാണ്. ഇവിടെ കുട്ടികളുടെ പരിപാടിയിൽ കാട്ടാമെന്ന് എനിക്കറിയില്ല, ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല. കുട്ടികളെ കൊണ്ട് എഴുതി കൊടുത്ത് പ്രസംഗിപ്പിക്കാം മൗലവിമാര്, ഇസ്ലാം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരാ. ഞാൻ അന്ധവിശ്വാസി, അള്ളാനെ കാണാതെ വിശ്വസിച്ച ആളാ ഞാൻ. ഇവിടെ കുറ്റിക്കോടുള്ള ആളുകളൊക്കെ അള്ളാനെ കണ്ടിട്ട് വിശ്വസിച്ചവരാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. കാണാതെ വിശ്വസിക്കലാണ് ഈമാൻ. അതിനാണ് അന്ധവിശ്വാസം എന്ന് പറയാ. അന്ധൻ പറഞ്ഞാൽ കാണാത്തവൻ, അന്ധവിശ്വാസം പറഞ്ഞാൽ കാണാതെ വിശ്വസിക്കുക. യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാതെ വിശ്വസിക്കുന്നവരാണ് കൂട്ടരെ മുഅ്മിനീങ്ങള്. ഇപ്പൊ മൗലവിമാർക്ക് പോലും ആ വിശ്വാസമല്ല. അതുകൊണ്ട് അവർ പ്രസംഗിക്കുമ്പോ അന്ധവിശ്വാസത്തിനെതിരെ. അന്ധമായി വിശ്വസിക്കാത്ത എങ്ങനെയാ കൂട്ടരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുക? ആദ്യം നിങ്ങളൊക്കെ പൊന്നാനി പോയി സഹാത്ത് കലിമിൽ മുസ്ലിം ആവണം. ഇസ്ലാം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അല്ല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരെ, ആമിനു ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ ആദ്യം പോയിട്ട് മുഅ്മിനാകി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക. യുഅ്മിനൂന ബിൽ ഗൈബ്, അവരോട് വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ആ മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ, സച്ചരിതരായ മഹത്തുക്കൾ, ഹാഫിദ് ഇബ്നു അൽ അസ്കലാനിയെ പോലുള്ള, സ്വഹീഹ് ഇമാം ബുഖാരിയെ പോലുള്ള പൂർവികരായ സഹാബാക്കളെ പോലുള്ള ആളുകൾ, ആ പൂർവികർ വിശ്വസിച്ചതുപോലെ, ബിലാൽ വിശ്വസിച്ചതുപോലെ, അമ്മാർ വിശ്വസിച്ചതുപോലെ, അബൂബക്കർ സിദ്ദീഖ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ, ആമിനു ഖാലു അനുമിനു കമാ ആമന സുഫഹാ, ആ വിഡ്ഢികളൊക്കെ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുക. ഞങ്ങൾ ബുദ്ധിജീവികളല്ലേ, ഞങ്ങൾ അന്ധവിശ്വാസം ഞങ്ങൾക്ക് പറ്റൂലല്ലോ, ഞങ്ങൾ കാണാത്തതിലൊന്നും വിശ്വസിക്കൂലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അന്ധവിശ്വാസികളല്ല. സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഞാനീ പറയുന്നത്. സുന്നികളാണെന്ന് പറയുന്നവരാ അത് പ്രസംഗിക്കുന്നത്. അവർ അന്ധവിശ്വാസത്തിനെതിരാത്രേ. നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ അള്ളാനെ കാണാതെ തന്നെ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ അന്ധവിശ്വാസികളാണ്. എന്ത് മാനക്കളതിലുണ്ടെങ്കിലും നമ്മൾ അന്ധവിശ്വാസികളാണ്, കാണാതെ വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ഒരാൾ മുഅ്മിനാവൂല. നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഈമാൻ ഉണ്ടാവണോ? അന്ധമായി തന്നെ വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകരിലുള്ള വിശ്വാസം ശരിയാക്കുക. അപ്പോഴേ ഈമാൻ ശരിയാവും. ഞാൻ ചുരുക്കുകയാണ്. റവൽ ഹക്കീം തിർമിദിയോ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സ്വതക്ക, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ സ്വലാത്ത് ചൊല്ലിയതൊക്കെ അത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അത് വെളിവാക്കപ്പെടും. അലല്ലാഹി തആല, അള്ളാന്റെ മുമ്പിലേക്ക് എത്തിക്കപ്പെടും. ഇന്നെന്താഴ്ച? ഇന്ന് ചൊവ്വാഴ്ച.
നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ചെയ്ത ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസത്തെ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക വ്യാഴാഴ്ചയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചയാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. റസൂലുള്ളാഹി പറയാ. അതിന്റെ പുറമെ അത് കഴിഞ്ഞിട്ട് അമ്പിയാക്കന്മാർക്കും റസൂലുള്ളാഹി തങ്ങൾക്കും ആബായി വൽ ഉമ്മഹാത്തി, നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ വാപ്പമാർക്കും, നമ്മൾ നിസ്കരിച്ചതും നമ്മൾ നോമ്പ് നോറ്റതും നമ്മൾ സദക്ക ചെയ്തതും നമ്മുടെ അഅ്മാലുകളൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്കും റസൂലുള്ളാഹി തങ്ങൾക്കും വെളിവാക്കപ്പെടും, കാണിച്ചു കൊടുക്കപ്പെടും. യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ അമലുകളൊക്കെ ആര് കാണും? റസൂലുള്ളാഹി കാണും. നമ്മുടെ കള്ളത്തരൊക്കെ പൊളിയും. അത്ര സലാത്തുണ്ട്, ഇത്ര ദിക്കുണ്ട്, ഇത്ര ദിക്കാറുണ്ട് എന്നൊക്കെ പറയാന്നല്ലാതെ നബിന്റെ മുമ്പിൽ എത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഏതായാലും അള്ളാന്റെ റസൂൽ ഇത് കാണുമ്പോ അവർ സന്തോഷിക്കും. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പേരിൽ അവർ സന്തോഷിക്കും. അവരുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറയും, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ. വലാ തൂദു മൗതാക്കും, മരിച്ചുപോയ വാപ്പാൻ ഇമ്മാനി റസൂലുള്ളാഹിനെ ശല്യം ചെയ്യരുതേ. നിങ്ങൾ തെറ്റ് ചെയ്താൽ അത് റസൂലുള്ളാഹിക്ക് വേദനയാണ്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ടയാള് ഇന്നാലിന്നയാള് തെറ്റ് ചെയ്തു, അവൻ നിക്കരിച്ചില്ല, അവൻ നോമ്പ് നോറ്റില്ല, അവൻ മദ്യപിച്ചു, അവൻ തോന്നിയാസം കളിച്ചു, അവൻ പലിശ വാങ്ങി എന്നൊക്കെ റസൂലുള്ളാഹി കാണുമ്പോ, നമ്മുടെ വാപ്പയും ഉമ്മയും കാണുമ്പോൾ അവർക്കത് വേദനയുണ്ടാക്കും. അതുകൊണ്ട് വലാ തൂദു മൗതാക്കും, നിങ്ങളുടെ മരിച്ചു പോയവരെ നിങ്ങൾ ഇനിയും ശല്യം ചെയ്യരുതേ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസ് ഞാനിപ്പോ ഇത് വായിക്കുന്നത് സാദുൽ മആദ് പറഞ്ഞ കിതാബെന്ന. സാദുൽ മആദ് എന്ന കിതാബിന്റെ ബാബു ഫദ്ലി യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ബാബിനെ ഈ ഹദീസ് ഉദ്ധരിച്ച്. ആരായി കിതാബ് ഉണ്ടാക്കിയ ആളറിയോ? വഹാബികളുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഏക വ്യക്തി എന്ന് പറയാൻ പറ്റുന്ന, അദ്ദേഹത്തിന്റെ ആശയം കൊണ്ട് നടന്ന ഏക ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമിൻ്റെതാണ് സാദുൽ മആദ് എന്ന് പറഞ്ഞ കിതാബ്. ആ കിതാബിൽ പറയുന്നതാണിത്. വഹാബികളുടെ നേതാവ് പറഞ്ഞതാണിത്. റസൂലുള്ളാഹി നമ്മുടെ ഒക്കെ കാണുന്നുണ്ട്, നമ്മൾ ചെയ്തതൊക്കെ റസൂലുള്ളാഹി അറിയുന്നുണ്ട്, നമ്മുടെ അഅ്മാലുകളൊക്കെ റസൂലുള്ളാഹി കാണുന്നുണ്ട്. അതിൽ കുറ്റം വരുമ്പോൾ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട്. നല്ലത് ചെയ്താൽ അത് സ്വീകരിക്കാൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യജിബു അലൈനാ തഅലീമുഹു, അള്ളാഹുവിന്റെ പ്രവാചകരെ ആദരിക്കലും, വഹ്തിറാമുഹു, ബഹുമാനിക്കലും ആദരിക്കലും, ഹയ്യം വ മയ്യിത്ത, മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും നബിനെ നമ്മൾ മനസ്സിലാക്കണം, നബിനെ നമ്മൾ ആദരിക്കണം, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം എന്ന് മാത്രമല്ല വഅതിഖാദു അന്ന മുഅ്ജിസാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസാത്തുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ എക്സ്പയറി ഡേറ്റ് തീരാത്തതാണ് റസൂലുള്ളാഹിന്റെ റിസാലത്ത്. റസൂലുള്ളാഹിന്റെ നുബുവത്ത് അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ബാക്കിയാണ്. വത്തിബാഉഹു വതഅതുഹു, അള്ളാഹുവിന്റെ പ്രവാചകരെ പിൻപറ്റലും ആ റസൂലുള്ളാഹിക്ക് വഴിപ്പെടലും നമുക്ക് നിർബന്ധമാണ്. ഖാലതആല മൻ യുതി റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടവർ അള്ളാഹ്ക്ക് വഴിപ്പെട്ടു എന്ന് അള്ളാഹ് പറഞ്ഞപ്പോ വലം യകുൽ വഹുവ ഹയ്യൻ, നബി ജീവിച്ചിരിക്കുമ്പോൾ വഴിപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി മരിച്ചാലും റസൂലുള്ളാഹിനെ വഴിപ്പെടൽ നമുക്ക് നിർബന്ധമാണ്. ആ റസൂലുള്ളാഹിനെ പിൻപറ്റൽ നിർബന്ധമാണ്. വഖാല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് നബിയെ താങ്കളെ നാം അയച്ചത് എന്ന് അള്ളാഹ് പറഞ്ഞു. വലം യകുൽ, അള്ളാഹ് പറഞ്ഞില്ല ലി അസ്ഹാബിക, നിങ്ങളുടെ സഹാബാക്കൾക്കാണ് ഞാൻ റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഖിയാമത്ത് വരെ, ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും, ആണിനും പെണ്ണിനും, ഹിന്ദുവിനും മുസ്ലിമിനും, നാൽക്കാലിക്കും ഇരിക്കാലിക്കും, പക്ഷിക്കും പറവയ്ക്കും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകർ റഹ്മത്താണ്. അതിന് കാലാവധിയില്ല. ഖിയാമത്ത് വരെ റസൂലുള്ളാഹിന്റെ റഹ്മത്ത് നിലനിൽക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഹയാത്തി ഖൈറുൻ ലക്കും വ മമാത്തി ഖൈറുൻ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫമൻ യഅ്തഖദ, ഇമാം അഹ്മദ് സ്വാബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ആരെങ്കിലും വിശ്വസിച്ചാൽ അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നഫഅ ബിഹി ബഅദൽ മൗത്ത്, മരിച്ച ശേഷം ഈ നബിനെ കൊണ്ടൊരു ഉപകാരമൊന്നുമില്ല. അത് മരിച്ചുപോയില്ലേ, നബി മരിച്ചില്ലേ, അത് മണ്ണായില്ലേ, അത് പുഴുതുന്നില്ലേ,
എന്ന് വല്ലവനും വിശ്വസിച്ചാൽ എല്ലാ മനുഷ്യന്മാരെ പോലത്തെ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിച്ചാൽ അവൻ പഴിച്ചവനും പഴപ്പിക്കുന്നവനുമാണ്. നഅൂദുബില്ലാഹ്, നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹ് സജീവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നുബുവത്തും റിസാലത്തും അവസാനിച്ചിട്ടില്ല. അതാ നബിയെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈമാൻ അതാണ്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അവർ വിശ്വസിച്ചതുപോലെ നമ്മൾ നബിയെ പറ്റി വിശ്വസിക്കണം. യുക്തിവാദികൾ പറഞ്ഞു തരുന്നതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നിരീശ്വരവാദികൾ പറഞ്ഞു തരുന്നതല്ല നമ്മുടെ വിശ്വാസം, വഹാബികളും മൗദൂദികളും പറഞ്ഞല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ പൂർവികർ എന്താണോ വിശ്വസിച്ചത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ നബിയോടാണ് നമ്മൾ പറയുന്നത്. ആ നബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ നബി നമ്മളെ കാണുന്നു. ആ നബി നമ്മളെ കേൾക്കുന്നു. ആ നബി നമ്മളെ അറിയുന്നു. ആ നബിയോട് നമ്മൾ പറയും ഉമ്മയും വാപ്പയും ചെയ്യാത്ത, എന്റെ മാതാപിതാക്കൾ എനിക്ക് ചെയ്യാത്ത അനുഗ്രഹങ്ങള് താങ്കളിൽ നിന്നാണല്ലോ നബിയെ എനിക്ക് കിട്ടിയത്. നാളെ മഹ്ശറിൽ വരുമ്പോ എനിക്ക് രക്ഷപ്പെടാൻ അവിടെ നിന്ന് ഉണ്ടാകണം നബിയെ. താങ്കളാണ് ഞങ്ങളെ നാളെ രക്ഷപ്പെടുത്തുന്ന നബിയെ, താങ്കളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ. അതുപോലെ തന്നെ നബിയെ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക്കയ, താങ്കളെ പോലെ വേറെ ആരും ഞങ്ങൾക്കില്ല നബിയെ. താങ്കളുടെ ഷഫാഅത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ് നബിയെ. പാപത്തിന്റെ പാപഭാരവും ചുമന്ന് നടക്കുന്ന, മലയും ചുമന്ന് നടക്കുന്ന പാപിയാണ് നബിയെ ഞാൻ. അതുകൊണ്ട് താങ്കളോട് പരാതി പറയുന്നു നബിയെ. താങ്കൾ അള്ളാഹിനോട് പറയണം, എനിക്ക് പുറത്തു തരാൻ അള്ളാഹിനോടൊന്ന് പറയണം. നബിയോട് പുറത്തു തരാൻ പറയല്ല, നബിയോട് പറയാതെ അള്ളാഹ് പൊറുക്കൂല. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഇതിലാ ശിർക്ക്. നബിയോട് പാപം പൊറുക്കാൻ പറയണോ സുന്നികള്? മങ്കൂസ് മൗലൂദിലെ ഷിർക്കിന്റെ ആ കൂടി കേന്ദ്ര ബിന്ദു ഈ ഒരു വരിയാന്നാ പറയുന്നത്. എന്താ ഈ പറഞ്ഞത്? പരിശുദ്ധ ഖുർആന്റെ നെസ്സാണിത്. ആരെങ്കിലും പാപം ചെയ്താൽ, പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. സൂറത്തുൻ നിസായിലെ 61-ാമത്തെ 64-ാമത്തെ ആയത്ത്. ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ചെയ്യേണ്ട പണി എന്താ? നബിയെ, അവർ താങ്കളുടെ അടുക്കൽ വരട്ടെ. വീട്ടിലിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയല്ല, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലണം, നബിയുടെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ട് ഇസ്തഗ്ഫിറുല്ലാഹ്, റസൂലുള്ളാഹിന്റെ സവിധത്തിൽ ചെന്നിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. പുറത്തു തരാൻ അള്ളാഹിനോട് പറയണം, നബിയോട് അവലാതി പറയണം. എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്ക റബ്ബേ എന്ന് നബി തങ്ങൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഖുർആനാണിത്. അവർക്ക് പുറത്തു കൊടുക്കാൻ അള്ളാന്റെ റസൂൽ അള്ളഹാനോട് ആവശ്യപ്പെടുകയും ചെയ്താൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ബയ്യനല്ലാഹു അസ്സ വജൽ. ഒരു മനുഷ്യൻ മുണ്ടിടില്ലല്ലോ. മനുഷ്യന്മാരെ അലവി മൗലിയാര് വയല് പറഞ്ഞ നാടാത്. നമ്മളൊന്നും അതിന്റെ 7 അയലത്ത് കൂടെ എത്തൂല. ആ നാട്ടിൽ പോലും ഒരു സലാത്ത് ഇല്ലാൻ ഒരാളില്ല എന്ന് പറഞ്ഞാൽ മോശം ഇട്ട് നമ്മള്. മൂപ്പരെ മരിച്ചിട്ടുള്ളൂ, മൂപ്പര് പഠിപ്പിച്ച ശിഷ്യന്മാര് കുത്തിയേറ്റ് പോയിട്ടില്ല. ഒരു 10 സലാത്തെങ്കിലും ചെല്ലാൻ നമുക്ക് കഴിയണ്ടേ? ഒരു സലാത്തെങ്കിലും നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് വരണ്ടേ? അല്ലാഹു സ്വല്ലല്ലാ അലാ മുഹമ്മദ് അഅദാദ റംലി സറാ വസല്ലം സ്വല്ലല്ലാഹു ചെല്ലി സലാത്തേ ബൈനല്ലലാലി ജലാ മുഹമ്മദ് ബദറൻ ലിദീനിൽ ഹുദാ മുതമ്മം.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു തീമിയയുടെ ശിഷ്യനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഈ ആയത്തിന്റെ അർത്ഥം എന്താ? യുർഷിദുല്ലാഹു തആല അല്ലാഹു തആല ലുസാത വൽ മുദ്നിബീന, പാപികളും ദോഷികളുമായ ആളുകളോട് അല്ലാഹു തആല പറയുന്നത്, അവർ തെറ്റ് ചെയ്താൽ ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ നിസ്യാനു, അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങളെങ്ങാനും സംഭവിച്ചാൽ അൻ യഅ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വരണം, മദീനത്ത് ചെല്ലണം. ഇപ്പോ ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാന്റെ അടുക്ക് ചെല്ലണം, ഇപ്പോഴും മദീനത്ത് ചെല്ലണം. പക്ഷെ നമുക്കതിന് കഴിയില്ലല്ലോ, മദീനത്ത് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. എന്നാലും നബിയെ കൂട്ടണം, നമ്മുടെ വീട്ടിലേക്ക് നബി വരണം, നമ്മുടെ അടുക്കലേക്ക് നബി വരണം, നമ്മുടെ ദുആ നബി അറിയണം, നബി കേൾക്കണം. ആ നിലയ്ക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ നബിയോട്, ആ റസൂലുള്ളാഹി തങ്ങളോട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. അവർക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ നബിയോട് ആവശ്യപ്പെടണം. അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. റസൂലുള്ളാഹിനെ കൂട്ടണം അവിടെ. അല്ല പോരെ, നമ്മൾ ഒറ്റയ്ക്കാണ്ട് ദ്വാരുന്നാ പോരെ, നബിനെ എന്തിനാ ഇപ്പൊ കൂടെ കൂട്ടുന്നത്? അത് ഖുർആനിനെതിരാ. റസൂലുള്ളാഹിനെ കൂട്ടാതെ അല്ല പുറത്തു തരൂല എന്ന് ഖുർആനാ പറഞ്ഞ, അല്ലേ പറഞ്ഞ്. ഇന്നലെ നമ്മളെ ചേർത്ത് ഒരു വഹാബി വന്നിട്ട് പറയാ, എന്താ നബി, അയാൾ എന്താ മനുഷ്യനല്ലേ, അയാൾക്ക് എന്താ കൊമ്പുണ്ടോ, അയാൾ എന്തിനാ കൂട്ടുന്നത്, എന്തൊരു തവസ്സുല്, എന്താ അതിന്റെ ആവശ്യം, എന്തൊരു വസീല എന്നൊക്കെ പറയുന്നത് തനിച്ച കുഫറാണ്, ഖുർആന്റെ നെസ്സിനെതിരാണ്, ഖുർആൻ പഠിപ്പിച്ചതിനെതിരാണ്. ഞാൻ ചുരുക്കട്ടെ, സമയമില്ല, വിശദീകരിക്കണേ, ഒരുപാട് പറയണം. അപ്പൊ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെല്ലണം, കഴിവുള്ളവർ അവിടെ ചെല്ലണം, ചെന്നിട്ട് പറയണം. ഞാൻ ചെന്നപ്പോ എനിക്ക് പറയാനൊന്നും കിട്ടിയില്ല കേട്ടോ, അത് എന്റെ കഴിവില്ലായ്മ, പഠിച്ചതൊക്കെ മറന്നു. റസൂലുള്ളാഹിനോട് സലാം പറയാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല, അതിനുള്ള ആരോഗ്യം എനിക്കില്ല, അതിനുള്ള ആഫിയത്തും ഉണ്ടായില്ല. അവിടെ ചെന്നതോടുകൂടെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി, സലാം പറയാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ആ സലാമാ നമ്മൾ ചെല്ലുന്ന, യാ നബി സലാം അലൈക്കും ചെല്ലുന്നില്ലേ നമ്മൾ, ചെല്ലിയില്ലേ, അതൊക്കെ നബിയോടുള്ള സലാമാ. ഇവിടെ നിന്ന് ചെല്ലിയാൽ നബി തങ്ങൾ കേൾക്കും, നബി തങ്ങൾ അറിയും, അതൊക്കെ സലാമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ചുരുക്കട്ടെ, മാ ബൈന ബൈതി വ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ ഖബറിന്റെയും എൻ്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗത്തോപ്പുന്നൊരു തോപ്പാണ്. അവിടെ ചെന്നിട്ട് പറയാ, നോക്കി നിങ്ങൾ, ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കഴിഞ്ഞു. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിന്റെ ഇമാമായ അവസാനത്തെ സ്വഹാബിയായ അബൂ തുഫൈൽ, അവസാനം മരിച്ച സ്വഹാബി അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ ഹനഫി ഇമാമിന് 30 വയസ്സുണ്ട്. ചക്കനല്ല, വലിയ മനസ്സനാ, വലിയ പണ്ഡിതനാ. അങ്ങനത്തെ ആളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മൂപ്പർക്ക് തൗഹീദ് പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ടാവൂലല്ലോ. അബൂ ഹനീഫ ഇമാം മദീനയിലേക്ക് ചെല്ലുക, റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിലേക്ക്. അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹം ചൊല്ലിയത് കവിതയാണ്. അവിടുത്തെ സലാമും അവിടുത്തെ മദ്ഹും. യാ സയ്യിദ സാദാത്തി ജിതുക കാസിദ അർജു റിലാക വഅഹ്തമി ബിഹിമാക യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫാതതി ഇന്നി ഫഖീറുൻ ഫിൽ വറാലി ഹിനാക യാ അക്റമസ്സഖലൈനി യാ കൻസൽ വറാ ജുദ്ലി ബിജൂദിക അർളി ബിരിളാക അന താമിഉം ബിൽദൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ഫിൽ അനാമി സിബാക. അതൊന്ന് കടമെടുത്തിട്ടാണ് നമ്മുടെ മങ്കൂസ് മൗലൂദിൽ യാ സയ്യിദ സാദാത്തി ജിതുക കാസിദ അർജു റിളാക വഅൽതമി ബിഹിമാക എന്നും ഇവിടെ പറഞ്ഞപ്പോ ചെറിയൊരു മാറ്റത്തോടു കൂടെ സയ്യിദി മഖ്ദൂം അവിടെ കൊടുത്ത്. ഏതായാലും ഹനഫി ഇമാം പറയാ, നബിയേ യാ സയ്യിദ സാദാത്തി ജിതുക, നേതാക്കന്മാരുടെ മുഴുവൻ നേതാവായ നബിയെ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് കാസിദ, മദീനത്ത് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, നിങ്ങളോട് സലാം പറയാൻ വേണ്ടി വന്നതാണ് നബിയെ. അർജു റിളാക, അവിടെ നിന്ന് എന്നെ പൊരുത്തപ്പെടണം നബിയെ, താങ്കളുടെ പൊരുത്തമാണ് എനിക്ക് വേണ്ടത് നബിയെ. വഅഹ്തമി ബിഹിമാക, അവിടത്തെ കാവൽ കൊണ്ട് ഈ പാവപ്പെട്ട അബൂ ഹനീഫയെ കാക്കണം നബിയെ. അബൂ ഹനീഫ തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് പറയാ, യാ മാലിക്കി
എന്റെ യജമാനനായ നബിയെ കുല്ലി ഷാഫിഈ ഫീ ഫഖത്തി, നാളെ മഹ്ശറിൽ വരുമ്പോ ഒന്നുമില്ലാത്ത ദരിദ്രനായ ഈ അബൂ ഹനീഫയെ ഒന്ന് ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം നബിയെ, അവിടുത്തെ ഷഫാഅത്ത് എനിക്ക് തരണം നബിയെ. ഇന്നി ഫഖീറും ഫിൽ വറാലി ഖിനാക, അവിടത്തേക്ക് അള്ളാഹു തന്ന അനുഗ്രഹം ഒരുപാടുണ്ടല്ലോ നബിയെ, അതൊന്നും എനിക്ക് അല്പം തരണം നബിയെ എന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിങ്ങൾ യാചിക്കുകയാണ്. താമിയുൽ യാ അക്റമസ് സഖലൈനി യാ കൻസൽ വറാ, സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയെ ജുദ്ലി ബിജൂദിക അർളിനി ബിറിളാക, അവിടുത്തെ ധർമ്മം കൊണ്ട് എനിക്ക് ധർമ്മം തരണം. അവിടുത്തെ മുറ്റത്ത് വന്ന് യാചിക്കുന്ന ഈ പാവപ്പെട്ടവനെ ഒന്നും തരാതെ മടക്കി വിടല്ലേ നബിയേ. അന താമിഹും ബിൽ ജൂദി മിൻക വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക, അവിടുത്തെ മുറ്റത്ത് യാചിക്കാമെന്ന ഈ പാവത്തിന് അവിടെ നിന്ന് ഒന്നും തരാതെ ആട്ടി ഓടിച്ചാൽ എനിക്ക് ആരുമില്ല നബിയെ, ഞാൻ എവിടെ പോവാൻ എന്ന് വിലപിക്കുകയാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങൾ. അത് തന്നെയാണ് നമ്മക്കും നബിയോട് പറയാനുള്ളത്. അതാ നമ്മൾ പറഞ്ഞത് അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിക വഅഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി, അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് തരണം നബി, ആ ശുപാർശ, ആ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണം നബിയെ, അതാണ് നമ്മുടെ പ്രതീക്ഷ. വഖറനാ ഫിൽ ദുഹാ വലസൗഫ യുഅതാ فسر قلوبنا ذاك العطاء وحاشا يا رسول الله ترضى وفينا من يعذب أو يصاب. മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകരുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. വന്നുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. അല്ലാഹുവിന്റെ പ്രവാചകരെ പുകഴ്ത്തിയാണ് ഈ പറയുന്ന ആയത്തൊക്കെ. വിവരിക്കാൻ സമയമില്ല, ഞാൻ വിചാരിച്ച സമയവും കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അല്ലാഹു തആല നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുകയാണ്, നബിയെ വന്നുഹാ വല്ലൈലി ഇദാ സജാ, കൂരിരുൾ മുറ്റിയിരിക്കുന്ന, ഇരുൾ മുറ്റിയിരിക്കുന്ന കൂരിരുട്ടിന്റെ ഇടയിൽ ഉദിച്ചു നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന മുഖകമലമുള്ള നബിയെ, വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അവിടത്തെ താങ്കൾ ഉപേക്ഷിച്ചിട്ടില്ല, അല്ലാഹു താങ്കളെ അവഗണിച്ചിട്ടില്ല, അല്ലാഹു താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, അല്ലാഹു താങ്കളോട് വിരോധം വെച്ചിട്ടില്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, താങ്കൾക്ക് വേണ്ടതൊക്കെ അല്ലാഹു തരും നബിയെ. വലസൗഫ യുഅതീക റബ്ബുക, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് തരും. അപ്പൊ ഫതർളാ, മതി തമ്പുരാനെ മതി എന്ന് പറയുന്നത് വരെ താങ്കൾക്ക് നൽകും നബിയെ. പിന്നെ എന്തിനു വിഷമിക്കണം, താങ്കൾ എന്തിനു നിരാശപ്പെടണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഓതിക്കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും പറഞ്ഞത് നമ്മളെ കുറിച്ചാ. ഞാൻ തൃപ്തിപ്പെടില്ല റബ്ബേ, എനിക്ക് പൊരുത്തമാവില്ല റബ്ബേ, നീ ആ സ്വർഗത്തിന്റെ താക്കോല് എന്റെ കൈവെള്ളയിൽ വെച്ചു തന്നാലും, ലോകം മുഴുവൻ സർവവും എന്റെ ആധിപത്യത്തിലാക്കി തന്നാലും ഞാൻ തൃപ്തിപ്പെടൂല റബ്ബേ, ഞാൻ പൊരുത്തപ്പെടില്ല റബ്ബേ, എനിക്ക് മതിയാവില്ല റബ്ബേ. വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട, എന്നെ സ്നേഹിച്ച, എന്നെ ആദരിച്ച, എനിക്ക് വേണ്ടി സഹായിച്ച, എനിക്ക് വേണ്ടി വിൽക്കരിച്ച, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയ, എനിക്ക് വേണ്ടി നബിദിനം ആഘോഷിച്ച, എന്നോടുള്ള മഹബത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടി പാതിരാ സമയത്ത് മഞ്ഞും കൊണ്ടിരുന്ന ഈ സാധുക്കൾ നരകത്തിൽ കിടക്കുമ്പോ അവരുടെ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടില്ല റബ്ബേ, ഞാൻ സ്വർഗത്തിലേക്ക് പോവില്ല റബ്ബേ, എനിക്ക് മതിയാവില്ല റബ്ബേ എന്ന് പ്രഖ്യാപിച്ച ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആ നബിയെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആ നബിയെയാണ് നമ്മൾ പിൻപറ്റുന്നത്, ആ നബിയിലാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു ആ പ്രതീക്ഷ പുലർത്തുമാറാവട്ടെ. നമ്മുടെ ആശ ആ ആശ അള്ളാഹു തആല നിരാശയാക്കാതെ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി തരുമാറാവട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഇഷ്ടക്കാര്, കുടുംബക്കാര്,
നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, നമ്മളുമായി സഹകരിച്ചവർ, നമുക്ക് കടപ്പാടുള്ള ഒരുപാട് ആളുകൾ. ഞാൻ ഈ നാട്ടിലെ ആദ്യത്തെ പരിചയക്കാരൻ കുട്ടുവാജിയാണ്. എൻ്റെ ആദ്യ സുഹൃത്താണ്. അതായത് SYF-ന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാൻ ജോയിന്റ് സെക്രട്ടറിയാണ്. കല്യാണം പെണ്ണുകെട്ടിലൊക്കെ പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞിട്ടാട്ടോ. അതിൻ്റെ മുമ്പേ എൻ്റെ അടുത്ത സുഹൃത്താണ് കുട്ടുവാജിയൊക്കെ. ഞാൻ യോഗത്തിനൊക്കെ എപ്പോഴും വന്നിരുന്നു. ഇവിടെയൊക്കെ ഞാൻ ചെറുകാർ ഓതന കാലം പോലെ തൊട്ട് വരാറുണ്ടായിരുന്നു. അള്ളാഹുത്തല അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹുത്തല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ